ഞാനൊരു 10 ചോദ്യം ചോദിക്കും ചരിത്രം വെച്ചിട്ട്, ഈ കൂട്ടത്തിലുള്ള മൂല്യാക്കന്മാർ മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചപ്പോ അപ്പൊ പറഞ്ഞു ഇപ്പൊ വേണ്ട, അതിങ്ങനെ എഴുതിയത് ശരിയായില്ല എന്നാ ഞങ്ങൾ പറഞ്ഞത്. ഇതാ അങ്ങനെ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തെ നേർവഴിക്ക് നടത്തേണ്ട, ഈ സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് ദിശാബോധം നൽകിക്കൊണ്ട് കൃത്യമായ ഒരു സരണിയിലൂടെ മുന്നോട്ട് പോകുവാൻ വേണ്ടി കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. സദുദ്ദേശപരമായി മുന്നോട്ട് പോകാൻ വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചു പോന്നു. അപ്പോഴാണ് അത് ശരിയല്ല, ഇത് പറ്റില്ല, ഇതിങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ അടുത്ത് വേറെ ചില ആളുകൾ സംഘടിച്ചു. ഞാൻ എന്റെ വാക്ക് പറയണില്ല, ഇതൊക്കെ ഈ സമസ്ത ബുക്ക് ചെയ്ത വായിക്കണേ. സമസ്ത 70ാം വാർഷിക സമ്മേളനം ബുക്കിലുള്ളത് എന്നെ ഇതിന് പറഞ്ഞു കേട്ടോളൂ. അങ്ങനെ അതങ്ങനെ നടക്കുമ്പോ 1925 കേരളത്തിലെ ചില പ്രമുഖ ഉലമാക്കളും സമുദായ നേതാക്കളും കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിൽ ഒരുമിച്ചുകൂടി നിലവിലുള്ള വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്ത് വിലയിരുത്തി. തുടർന്ന് മുഹമ്മദ് മീറാൻ മുസ്ലിയാർ പ്രസിഡന്റും പാറോൽ ഹുസൈൻ മുസ്ലിയാർ സെക്രട്ടറിയുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു ഉലമാ സംഘടനയ്ക്ക് രൂപം നൽകി. കണ്ടോ, ഒന്നിവിടെ ഉണ്ട്. അപ്പൊ ഇവരെന്ത് എടുത്തു പറയാം, ഇത് പറ്റൂല, നമുക്ക് വേറെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവര് പോയിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കി. ശരി, സദുദ്ദേശപരാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പ്രശ്നമില്ല, നല്ല ഉദ്ദേശമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ആ രൂപത്തിൽ ഒന്ന് രൂപപ്പെട്ട് വന്നപ്പോൾ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എന്താണോ ഈ സലഫി പ്രസ്ഥാനം അഥവാ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് അതിനെതിരെ പറയാം. എന്ത് പറഞ്ഞാൽ അതിനെതിരെ പറയാം. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ. മുജാഹിദിൽ എന്ത് പറഞ്ഞാൽ അതിനെതിരെ പറയാം. മുജാഹിദിൽ വാന്ന് പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ മൈക്കേറ്റിട്ട് മൂപ്പരിങ്ങനെ അതിന് അവിടെ എന്ത് പറഞ്ഞു അതിനെതിരെ പറഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞു അതിനെതിരെ പറയും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം അറിയോ? മുജാഹിദിൽ പറഞ്ഞു അള്ളാഹിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ്. ആരാ മാന്യ സഹോദരങ്ങൾ അതിൽ തർക്കിക്കേണ്ടത്? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ തർക്കത്തിന് വകയുണ്ട്? ഇല്ല. കാര്യം എന്താ? ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ അംഗീകരിച്ച തത്വമാണത്. ഏകനായ റബ്ബ്, സൃഷ്ടാവായ റബ്ബ്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്ന വാദം അത് ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന വളരെ ലളിതമായ തത്വമാണ്. ഒരാളും അത് തർക്കിക്കേണ്ടതില്ല. കാരണം എന്ത്? പ്രാർത്ഥന അത് ഇബാദത്താണ്, ആരാധനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് ആരാധനയാണ്, പ്രാർത്ഥന ആരാധനയാണ് എന്ന് മുജാഹിദുകൾ പറയുമ്പോൾ മുജാഹിദുകൾക്ക് അതിന്റെ മാന മനസ്സിലാകാതിട്ടാണ് എന്ന് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കണ്ട. തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ പ്രാർത്ഥന എന്ന അധ്യായം കൊടുത്തുകൊണ്ട് തന്നെ എഴുതി വെച്ച വാചകമെന്നറിയോ? പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. അത് മാത്രമല്ല ഇബാദത്തിനത് മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. പ്രാർത്ഥന ഇബാദത്താണ് ഹബീബേ എന്ന് നുഅ്മാൻ ഇബ്നു ബശീറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അത് മാത്രമല്ല ഇബാദത്തിനത് മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. അറബി അത് മുജാഹിദുകൾക്ക് മനസ്സിലാകാതിട്ടാന്ന് ഇവർ പറഞ്ഞു പറ്റിക്കും. എന്നാൽ ഇത് മലയാളമല്ലയോ? ഇത് മനസ്സിലാകാത്ത മനുഷ്യനുണ്ടോ? അതുകൊണ്ട് റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. ഏതൊരുത്തനാണെങ്കിലും അല്ലാഹുവിനോട് നീട്ടിയ കരം അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരവസ്ഥയിലുള്ള മനുഷ്യനാണെങ്കിലും എത്ര വലിയ പാപിയാണെങ്കിലും അവന് റബ്ബിലേക്ക് കരങ്ങൾ നീട്ടാം, അല്ലാഹുവിനോട് തൗബ ചെയ്യാം, റബ്ബിനോട് പൊറുക്കൽ ചോദിക്കാം, അല്ലാഹുവിനോട് ആവശ്യങ്ങൾ പറയാം, റബ്ബിനോട് ആവശ്യങ്ങൾ പറയാം. റബ്ബ് നൽകുന്ന ഓഫറാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഔദാര്യമാണത്. ഖുർആൻ തന്നെ പറയുന്നത് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങൾ റബ്ബിന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ റബ്ബ് പറയുകയാണ് ഉദ്ഉനി, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണേ, അസ്തജിബ് ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം. അത് പറയാൻ അന്നൊക്കെ കഴിയൂ. ഒരു സായിബാവക്കത് പറയാൻ കഴിയില്ല, ഒരു അമൃതാനന്ദമയി ദേവിക്കത് പറയാൻ കഴിയില്ല, ഒരു ശൈഖിന് അത് പറയാൻ കഴിയില്ല, ഒരു ബീവിക്കത് പറയാൻ കഴിയില്ല, ഒരു നബിക്കത് പറയാൻ കഴിയില്ല, ഒരു മലക്കിനത് പറയാൻ കഴിയില്ല, ഒരു ജിന്നിനത് പറയാൻ കഴിയില്ല, ഒരു പടപ്പിനത് പറയാൻ കഴിയില്ല. ഉദൂനി, എന്നോട് പ്രാർത്ഥിച്ചോ, അസ്തജിബ് ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം.
അല്ല നൽകുന്ന ഓഫറാണത്. റബ്ബിന് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണത്. എന്നിട്ട് അല്ല പറയുന്നു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ആ പ്രാർത്ഥനയാകുന്ന ആരാധന എനിക്ക് സമർപ്പിക്കുന്നതിൽ നിന്ന് അഹങ്കരിച്ചുകൊണ്ട് ആരെങ്കിലും പിന്നോക്കം പോയാൽ, കിബർ നടിച്ചാൽ, അഹങ്കരിച്ചാൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദനായവനെ നരകത്തിൽ കടത്തുന്നതാണ്. അല്ല പറയാണ്, നിന്ദനായവൻ നരകത്തിൽ പോകുന്ന, നിന്ദനായവനെ നരകത്തിൽ കടത്തിവിടും. അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കുന്നവനെ, റബ്ബല്ലാത്തവനോട് ദുആ ചെയ്യുന്നവൻ നിന്ദനായി നരകത്തിൽ കടക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇത് അല്ല പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ അഭയം കിട്ടുന്ന പ്രാർത്ഥന അത് അള്ളയോട് മാത്രമായിരിക്കണം എന്നാണ്, റബ്ബിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന. ഇത് സ്വീകരിക്കാൻ ഒരു മനുഷ്യന് തടസ്സം ഉണ്ടാവില്ല. ഇത് ഉൾക്കൊള്ളാൻ ഒരു മനുഷ്യന്, ബോധമുള്ളൊരു മനുഷ്യന് തടസ്സം ഉണ്ടാവില്ല. കാര്യം എന്താ? ഓ മനുഷ്യ, ഐഹിക ലോകത്ത് നീ കഴിച്ചുകൂട്ടുന്ന കാലം എത്രയാണ്? വളരെ കുറച്ചാണ്. വളരെ കുറച്ചു കാലം ഐഹിക ലോകത്ത് നീ ജീവിക്കുമ്പോൾ നിനക്ക് ബോധം വന്ന് ബുദ്ധി വെച്ച് വിവേകമുള്ളവനായി കാര്യങ്ങൾ സ്വയം സംസാരിക്കുന്ന അവസ്ഥ എത്ര കാലമുണ്ട്? വളരെ കുറച്ചു മാത്രം ബോധമുള്ള കാലം. കാരണം നിന്റെ ആ ശൈശവം കഴിഞ്ഞ്, ബാല്യം കഴിഞ്ഞ്, നിനക്ക് വിവേകമുണ്ടായി കാര്യങ്ങൾ മനസ്സിലാക്കി വകതിരിവുള്ളവനായി വളരെ കുറച്ചു കാലം ഐഹിക ലോകത്ത് ജീവിച്ച് പിന്നെയും നീ വാർദ്ധക്യത്തിലേക്ക് വീണ അബോധാവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇതിനിടയിൽ ബോധമുള്ള അവസ്ഥയിൽ, നിന്റെ നാവ് ചലിക്കുന്ന അവസ്ഥയിൽ ബോധത്തോടെ സംസാരിക്കാൻ കഴിയുന്നത് വളരെ കുറച്ചു കാലം മാത്രമാണെങ്കിൽ, നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നാവുണ്ടാകാതിരുന്ന ഘട്ടത്തിൽ, ഒരു അണ്ഡമായി രൂപാന്തരപ്പെട്ട ഘട്ടത്തിൽ, ഒരു സിക്താണ്ഡമായി മാറിയ ഘട്ടത്തിൽ, ഒരു ഭ്രൂണമായി, ഒരട്ടയെപ്പോലെ മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന ഘട്ടത്തിൽ അത് വളർന്നു വലുതായി എല്ലും തുണ്ടങ്ങളായി മാംസം പൊതിഞ്ഞ് കൈകാലുകൾ രൂപപ്പെട്ട് അവിടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഒന്ന് ഓടാൻ കഴിയാതെ, ചാടാൻ കഴിയാതെ, വർത്തമാനം പറയാൻ കഴിയാതെ, പാട്ടുപാടാൻ കഴിയാതെ കഴിച്ചുകൂട്ടിയ ആ കാലഘട്ടത്തിൽ നിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിനക്ക് ആവശ്യമുള്ളത് മാതാവിന്റെ ഗർഭാശയമാകുന്ന ആ ഇരുളടഞ്ഞ ലോകത്ത് കൊണ്ടെത്തിച്ചു തന്നവൻ ആരാണ്? ഏത് ശൈഖാണ്? ഏത് നബിയാണ്? ഏത് വലിയാണ്? ഏത് ശുഹദാ ആണ്? ഏത് വലിയ ഔലിയാണ് നിനക്ക് ആ മാതാവിന്റെ ഗർഭാശയത്തിൽ കഴിച്ചുകൂട്ടിയ ഘട്ടത്തില് നിനക്ക് ആവശ്യമുള്ളത് കൊണ്ടു തന്നത്, നിനക്ക് ആവശ്യമുള്ളത് ഒരുക്കിയത്? ഏത് നബിയാ? നബിയുടെ പേരെന്ന് പറയാമോ? ഏത് ശുഹദാ? ശുഹദാന്റെ പേരെന്ന് പറയാമോ? ഏത് ദേവിയാണ്? ആ ദേവിയുടെ പേരെന്ന് പറയാമോ? നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ആ ഗർഭാശയത്തിൽ നിന്നെ ഒരുക്കിയവൻ റബ്ബാണെങ്കിൽ, റബ്ബുൽ ആലമീനായ അല്ലാഹുവാണെങ്കിൽ, ലോകരക്ഷിതാവായ റബ്ബാണെങ്കിൽ, നിനക്ക് അവിടെ വെച്ചുകൊണ്ട് നീ ചോദിക്കാതെ തന്നെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു തന്ന റബ്ബ്, ആ റബ്ബിനോട് മാത്രമല്ലയോ നിനക്ക് ചോദിക്കാൻ കഴിയുമ്പോഴും ചോദിക്കാൻ കഴിവുള്ള അവസ്ഥയിലും ചോദിക്കേണ്ടത്? ഇത് അംഗീകരിക്കാൻ നിന്റെ മനസ്സിന് വല്ല പ്രയാസവുമുണ്ടോ? ഇല്ല. വല്ല തടസ്സവുമുണ്ടോ? ഇല്ല. ഇത് അംഗീകരിക്കാൻ ഏതെങ്കിലും തരത്തിൽ നിന്റെ മനസ്സിൽ വല്ല വക്രബുദ്ധിയും കടന്നു വരുന്നുണ്ടോ? കടന്നു വന്നാൽ അതിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. എങ്കിൽ മാന്യ സഹോദരങ്ങളെ, ഈ സത്യം കേരള ജനതയോട് കേരള ജംഇയ്യത്തുൽ ഉലമ വിളിച്ചു പറഞ്ഞു, കേരള നദൂത്തുൽ മുജാഹിദീൻ വിളിച്ചു പറഞ്ഞു, ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ വിളിച്ചു പറഞ്ഞു, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് വിളിച്ചു പറഞ്ഞു, MGM വിളിച്ചു പറഞ്ഞു, ചുമലുകളിൽ കൃത്യമായി എഴുതി വെച്ചു, അതുപോലെ പോസ്റ്റർ ഒട്ടിച്ചു. ആ ഘട്ടത്തിൽ എന്താണ് ഈ പ്രസ്ഥാനത്തെ, ഈ ആദർശത്തെ തകർക്കാൻ വന്നവർ ചിന്തിച്ചത്? എന്താ ചിന്തിച്ചത്? ഇതെന്റെ കയ്യിലുള്ളത് റിസാലയാണ്, പച്ച മലയാള റിസാല, മലയാളത്തിലുള്ള റിസാലയാ. ഇതില് ഒരു ലേഖനുണ്ട്, എഴുതിയതാരെന്നറിയോ? അള്ളാന്റെ ഖുർആൻ തിരിച്ചൊരു സഖാഫി ഉണ്ട്. ലോകത്ത് അള്ളാന്റെ ഖുർആൻ തിരിച്ചൊരു ഒരാളുണ്ടെങ്കിൽ മൂപ്പരുണ്ടാവുള്ളൂ എന്റെ അറിവിൽ. വേറൊരാളെ പേര് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഞാൻ അതും പറയുന്നതാണ്. വല്ല ജൂതന്മാരുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ ഖുർആൻ, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നത് റസൂലായി നാക്കി മാറ്റിയിട്ട് അതിനൊപ്പിച്ച അർത്ഥവും എഴുതി. അതിനൊപ്പിച്ച അർത്ഥാവുന്നത് വേറെയാണ്. അതിനൊപ്പിച്ച അർത്ഥമാകുമെന്ന് വെച്ചിട്ട് ആ റസൂലായി നാക്കി ഹർക്കത്ത് മാറ്റിയതിനനുസരിച്ചുകൊണ്ട് അർത്ഥം ഒപ്പിച്ചെഴുതാൻ ശ്രമിച്ച ഒരു സഖാഫി, അയാളാണ് ഈ ലേഖനം എഴുതിയത്. മാലിക് സുലൈമാൻ സഖാഫി. ഒരു ബസ് യാത്രയുടെ ഓർമ്മ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണ ഈ ഓരോ വരികൾ. ഒരു ബസ് യാത്രയുടെ ഓർമ്മ. എവിടുന്നാ ബസ് യാത്ര? എപ്പോഴാ? കാലം 1992. ഒരുപാടൊന്നും ആയിട്ടില്ല. 1992 മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അങ്ങനെ തികച്ചും യാദൃച്ഛികം മാളിയേക്കലിൽ നിന്നും മർക്കസിലേക്ക് പോകുന്ന ഞാനും നെല്ലിക്കുത്ത് നിന്ന് വരുന്ന ഉസ്താദും മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഒരുമിച്ചെത്തി. മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഒരുമിച്ചെത്താണ് രണ്ട് മുസ്ലിയാക്കന്മാർ. ഒന്നാരാ? നെല്ലിക്കുത്ത് മുസ്ലിയാരും, മറ്റൊന്ന് മാളിയേക്കൽ മുസ്ലിയാരും. അങ്ങനെ എന്തെടുത്തു? കോഴിക്കോട്ടേക്കുള്ള ബസ് പിടിക്കണം. ഞാൻ ഓടിക്ക വെച്ച് അകത്ത് കയറിയ
ആര്? സുലൈമാൻ സഖാഫി ഓടിക്കതിച്ച് അകത്ത് കയറി. ഒരു സീറ്റിൽ രണ്ടുപേരും ഒരുമിച്ച് എന്റെ അസ്വസ്ഥത മനസ്സിലാക്കിയാകണം. ശിഷ്യന് ചെറിയ അസ്വസ്ഥതയുണ്ട്. എന്റെ അസ്വസ്ഥത മനസ്സിലാക്കിയാകണം അവിടെ ഇരിക്കണം. മറ്റാരെങ്കിലും ഇരുന്നാൽ എനിക്ക് പ്രയാസമാകും. ഞാൻ പരമാവധി ഒതുങ്ങി ഒറ്റച്ചന്തിയിൽ സീറ്റിലിരുന്നു. കണ്ടക്ടർ വന്നു. ടിക്കറ്റ് വാങ്ങാൻ ഞാൻ കീശയിൽ കൈവച്ചു. ഉസ്താദ് കൈക്ക് പിടിച്ചു. നിങ്ങൾ മുത്തല്ലിമാണ്, ഞാൻ ടിക്കറ്റ് ഞാൻ എടുക്കാം. സ്നേഹപൂർവ്വമായി നിർബന്ധത്തിന് ഞാൻ വഴങ്ങേണ്ടി വന്നു. മഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് ബസ് റോഡിൽ പ്രവേശിച്ചതോടെ ആ ദൃശ്യം എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. എന്താണ് ദൃഷ്ടിയിൽപ്പെട്ട ദൃശ്യം? നീണ്ടു നിവർന്നു കിടക്കുന്ന വെള്ള നിറമുള്ള ചുവരിൽ നെടുങ്കനക്ഷരത്തിൽ ഒരു ചുവരെഴുത്ത്, വലിയ നീളമുള്ളൊരു മതില്, അതിൽ നെടുങ്കനക്ഷരത്തിൽ ഒരു ചുവരെഴുത്ത്. എന്താ ചുവരെഴുത്ത്? പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം. ഇതാണ് കണ്ടത്. ഇത് കണ്ടോട് മൂപ്പർക്കാകെ വിളറിയായില്ല. എന്താ ഇതിൽ എഴുതിയത്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ടൗണിന്റെ ആലസ്യത്തിൽ റോഡിന്റെ പാളങ്ങളിൽ കയറിയിറങ്ങി ഞങ്ങളുടെ ശകടം എഴുതുകയാണ്. ഞാൻ ആ ചുവരെഴുത്ത് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഉസ്താദിനോട്, ഉസ്താദ് കണ്ടോ എന്ത്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഉസ്താദ് എന്താ പറയേണ്ടത്? നല്ലതാ പോലെ, ആരാണെങ്കിലും അത് ഹൈറായി, നല്ലതായി, ആളുകൾക്ക് ബോധം ഉണ്ടാകട്ടെ എന്നൊക്കെയല്ലേ പറയേണ്ടത്. ഉസ്താദ് പറഞ്ഞെന്നറിയോ? ഉസ്താദിനോട് ഇയാൾ പറയാ, ഇതിനൊരു ബദൽ മുദ്രാവാക്യം എന്ത്? ഇതിനൊരു ബദൽ മുദ്രാവാക്യം എന്തെന്ന്? ഇത് റിസാലയാണ്, മലയാളത്തിൽ എഴുതിച്ചത്. എന്താ ബദൽ മുദ്രാവാക്യം? ഞാൻ ചോദ്യം തൊടുത്തു, മൂപ്പരെ തൊടുത്ത്. നവീനവാദികളുടെ ഈ തലവാചകം വഴി ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാകുമല്ലോ. ഉസ്താദ് ഒന്ന് നിവർന്നിരുന്നു, തലപ്പാവൊന്ന് ഉയർത്തി നേരെ വെച്ചു, ഒന്ന് കാറ്റക്കടിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ തലപ്പാവൊക്കെ ഒന്ന് ഉയർത്തി നേരെ വെച്ചു. എന്നിട്ടോ ഒന്നുകൂടി എന്നോട് അടുത്തിരിക്കാൻ പറഞ്ഞു. ഒരു നറുപുഞ്ചിരിയോടെ സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിച്ചു തുടങ്ങി. ഞാൻ കാതുകുറിപ്പിച്ചു കേട്ടു. ഇവർ ഇങ്ങനെ തന്നെ പറയണം. ഉസ്താദ് പറയാണ്, ഇവരിങ്ങനെ തന്നെ പറയണം. ഇത് തന്നെയല്ലേ ഇബ്ലീസ് മുമ്പ് പറഞ്ഞത്? ഇത് തന്നെയല്ലേ ഇബ്ലീസ് മുമ്പ് പറഞ്ഞത്? എന്ത്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ഇതല്ലേ ഇബ്ലീസ് മുമ്പ് പറഞ്ഞത്? ഇത് കേട്ടപ്പോ സുലൈമാൻ സഖാഫി അന്താളിച്ചു പോയി. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. ഇത് കേട്ടിട്ട് ഇയാൾ പറയാണ്, കേട്ടോ, ഞാൻ അന്താളിച്ചു പോയി. പ്രാർത്ഥന അല്ലാഹുവിന് മാത്രമെന്ന് ഇബ്ലീസ് പറഞ്ഞെന്നോ? അതെ. ആരാ പറഞ്ഞത്? നെല്ലിക്കുത്തൂരാണ്. അതെ, ആ പദം പറഞ്ഞില്ലായിരിക്കാം. പക്ഷേ അവന്റെ നിലപാട് എന്തായിരുന്നു? സുജൂദ് അല്ലാഹുവിന് മാത്രം എന്നല്ലേ? അവന്റെ നിലപാട് സുജൂദ് അല്ലാഹുവിന് മാത്രം എന്നല്ലേ? ആ സുജൂദ് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയല്ലേ? അത് അല്ലാഹുവിനത്രയും ചെയ്യാൻ സന്നദ്ധനായിരുന്നു ഇബ്ലീസ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാനുള്ള അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ധിക്കാരത്തോടെ അവൻ പിന്മാറാൻ കാരണമെന്ത്? സുജൂദ് അല്ലാഹുവിന് മാത്രമെന്നായിരുന്നു അവന്റെ മനോഭാവം. അതുകൊണ്ട് പ്രാർത്ഥന അല്ലാഹുവിന് മാത്രമെന്ന മുദ്രാവാക്യവും സുജൂദ് അല്ലാഹുവിന് മാത്രമെന്ന മുദ്രാവാക്യവും അർത്ഥത്തിൽ ഒന്നു തന്നെയാണ്. ഉസ്താദ് ശിഷ്യന് പഠിപ്പിച്ചു കൊടുക്കാണ്. ഇനി കേട്ടോളൂ. ബസ് ഒരു കുഴിയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമത്തിലൊന്ന് മുരണ്ട് മുന്നോട്ടാഞ്ഞു. ഉസ്താദ് കമ്പിയിൽ പിടിമുറുക്കി. കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ഇരുത്തം ശരിപ്പെടുത്തി. വീണ്ടും ചോദ്യം, ഇതെങ്ങനെ വിശദീകരിക്കും ഉസ്താദെ? അപ്പൊ ഉസ്താദ് പറയാണ്. ഉസ്താദ് വീണ്ടും സംസാരിച്ചു തുടങ്ങുകയാണ്. പ്രാർത്ഥന, സുജൂദ് എന്നിവ അല്ലാഹുവിന് മാത്രമെന്ന് പറയുന്നവർക്ക് അല്പം വകതിരിവ് വേണം. അല്ലാത്ത പക്ഷം ആദമിന്റെ മുന്നിൽ നിർവഹിക്കണമെന്ന് അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ച സുജൂദും മഹാപാപമാണെന്ന് പറയേണ്ടി വരും. ഈ വകതിരിവില്ലാത്തതാണ് ഇബ്ലീസിനും വഹാബികൾക്കും സംഭവിച്ച കുഴപ്പം. ഇപ്പോൾ വേണ്ടത് ഇതാണ്. എന്റെ ഉസ്താദ് പറഞ്ഞു, ഇപ്പോൾ വേണ്ടത് ഇതാണ്. എന്താ വേണ്ടത്? നിങ്ങൾ SSFന്റെ കുട്ടികൾ എല്ലാ ചുമരുകളിലും എഴുതി വെക്കണം, പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം വഹാബികൾ, സുജൂദ് അല്ലാഹുവിന് മാത്രം ഇബ്ലീസ്. ഇതെഴുതി വെക്കണം. അപ്പൊ മുജാഹിദുകൾ എന്ത് എഴുതി വെച്ചു? പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം. അപ്പോ ഉസ്താദ് മാളിയക്കർ സഖാഫിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ SSFന്റെ കുട്ടികളെ എടുക്കണോ? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം വഹാബികൾ, അതുപോലെ തന്നെ സുജൂദ് അല്ലാഹുവിന് മാത്രം ഇബ്ലീസ്. എനിക്ക് ആവേശമായി. മൂപ്പർക്ക് വല്ലാത്ത ആവേശമായി, ചീത്താൻ വലിയ സന്തോഷമായി. അപ്പൊ മൂപ്പർക്ക് വലിയ ആവേശമായി. അങ്ങനെ ആവേശമായി. കേട്ടോളൂ, അങ്ങനെ എഴുതാമോ? അതെങ്ങനെ സമർത്ഥിക്കും? അപ്പോഴും മൂപ്പർക്കൊരു ശങ്ക. അത് മറുഭാഗത്ത് മുജാഹിദികൾ അവർ വെറുതെ ഇരിക്കൂല. അപ്പൊ ഇതെങ്ങനെ സമർത്ഥിക്കുന്നതാണ്. അപ്പൊ കേട്ടോളൂ, ഉസ്താദ് വീണ്ടും ഫോമിലായി. മൂപ്പർ 6 അടിച്ച ഒരു ഫോമിലുള്ളത്. അപ്പൊ മൂപ്പർ വീണ്ടും ഫോമിലായി. എന്നിട്ട് പറഞ്ഞു, കേട്ടോളൂ, തലയിൽ കെട്ട് ഉയർത്തി വീണ്ടും തലയിൽ വെച്ചു, ഹെൽമെറ്റ് ഒക്കെ ഉയർത്തി വെച്ചു. എന്നിട്ട് എന്താണ്? കേട്ടോളൂ, സുജൂദ് ആരാധനാ മനോഭാവത്തോടെ ഉള്ളതും ആരാധനാ മനോഭാവം ഇല്ലാത്തതുമായി 2 വിധമുണ്ട്. ആരാധനാ മനോഭാവത്തോടെയുള്ള സുജൂദ് അല്ലാഹുവിന് മാത്രം ചെയ്യേണ്ടതാണ്.
ആരാധനാ മനോഭാവമില്ലാതെയുള്ള സുജൂദാണ് ആദമിന് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നത്. ഇത് മലക്കുകൾക്കറിയാമായിരുന്നു. പക്ഷേ ഇബ്ലീസിന് ഈ വകതിരിവുണ്ടായിരുന്നില്ല. അവൻ സുജൂദ് അള്ളാഹുവിന് മാത്രമെന്ന ആശയം മുന്നോട്ട് വെച്ച് ചുമരെഴുത്ത് നടത്തി നരകത്തിൽ പോയി. ഈ വഴിക്കല്ലേ വഹാബി പോകുന്നത്? ഇവർ പറയുന്നതും ഇതുതന്നെയല്ലേ? ഉസ്താദ് നിർത്തി. ബസ് കോഴിക്കോട് സ്റ്റാൻഡിൽ കയറി. ഒരു യാത്രയുടെ ശുഭകരമായ പര്യവസാനം. ഉസ്താദുമായി കൂടുതൽ അടുക്കാൻ ആ ബസ് യാത്ര അവസരമാക്കി. അവിടെ ബസ് അങ്ങാളം നിന്നില്ല എന്നുള്ള അവസ്ഥ എന്തായാലും ഇസ്ലാം തീ മുഴുവൻ പൊളിച്ചടക്കിയതാണ്. കാരണം അവിടെ ബസ് നിന്നത് ഭാഗ്യം. അതുകൊണ്ട് അത്രയും അത്ര ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ ഇബ്ലീസിന്റെ പേരിൽ പോലും കളവ്. ഇബ്ലീസ് പറയാത്തത് ഇബ്ലീസിന്റെ പേരിൽ പറഞ്ഞ് ഇബ്ലീസിനെ മഹത്വവൽക്കരിച്ചവരെ, എന്നിട്ട് അതിൽ തന്നെ സുജൂദ് ആരാധനാ മനോഭാവമുള്ളതുണ്ട്, ആരാധനാ മനോഭാവമില്ലാത്തതുണ്ട്, രണ്ടു തരം സുജൂദുണ്ട് എന്ന് വ്യാഖ്യാനിച്ചിട്ട് മുസ്ലിം സമൂഹത്തെ കൊണ്ട് അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനാ മനോഭാവമില്ലാത്ത സുജൂദ് ചെയ്യാമെന്ന തത്വം പഠിപ്പിച്ചു കൊടുക്കുന്നവരെ, നിങ്ങളാണ് ഈ സമൂഹത്തിന്റെ നായകന്മാർ. ഈ സമൂഹത്തെ നേർവഴിക്ക് നടത്തേണ്ടവർ. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, കൊണ്ടോട്ടി കൈക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. എന്തേ കൊണ്ടോട്ടി ചെയ്യുന്ന പ്രത്യേകത എന്തായിരുന്നു? മുരീദ് സുജൂദ് ചെയ്യണം. മുരീദ് സുജൂദ് ചെയ്യണമാർക്ക് ശൈഖിന് സുജൂദ് ചെയ്യണമായിരുന്നു. അന്ന് പൊന്നാനി കൈക്കാരുണ്ട്. ആ പൊന്നാനി കൈക്കാരിലാണ് സൈനുദ്ദീൻ മഖ്ദൂം. അതുപോലെ തന്നെ ഉമർ ഖാദിയെ പോലുള്ള ആളുകള് ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമോ, ഉമർ ഖാദിയെ പോലുള്ള ആളുകൾ വളരെ ശക്തമായി തന്നെ ആ സുജൂദിനെതിരെ പാട്ട് പാടിയിട്ടുണ്ട്. ഹറമു സുജൂദുൽ ഖൽഖി ലിൽ ഖൽഖി യക്ഫുറൂ. അതെ, പടപ്പുകൾക്കുള്ള സുജൂദ് ഹറാമാണ്. ഹറാമാണെന്ന് പറയുമ്പോ അത് കള്ളുകുടിക്കുന്നത് പോലുള്ള ഹറാമ്, വ്യഭിചരിക്കുന്നത് പോലുള്ള ഹറാമ് എന്ന നിലക്ക് മനസ്സിലാക്കേണ്ടതല്ല. നേരെ മറിച്ച് അതെ, കാഫിറായി പോകുന്ന ഹറാമാണ്. ആ ഹറാം ചെയ്താൽ കാഫിറായി പോകും. അത്തരത്തിലുള്ള ഹറാമാണ്. എന്റെ സുജൂദ് ആരാധന മനോഭാവം ഇല്ലാത്ത സുജൂദാണെന്ന് വ്യാഖ്യാനിച്ചോ? നജ്ജാശിയുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ തന്റെ സഹാബത്തിനെ പറഞ്ഞു വിടുമ്പോ, നജ്ജാശിയുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ പറഞ്ഞു വിടുമ്പോ, സഹാബത്ത് നജ്ജാശിയുടെ മുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങോട്ട് അവര് പോയി എന്നറിഞ്ഞിട്ട് ഖുറൈശികൾ നേരത്തെ തന്നെ നജ്ജാശിയുടെ സമീപത്തെത്തുകയാണ്. ആ നേഗസ് രാജാവിന്റെ മുന്നിലേക്ക് ഖുറൈശികൾ ചെന്ന് സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്തിട്ട് നജ്ജാശി രാജാവിന്റെ നേഗസിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിൽക്കുമ്പോഴാണ് റസൂലുള്ള പറഞ്ഞയച്ച സഹാബത്ത് അവിടെ ചെല്ലുന്നത്. സഹാബത്ത് സുജൂദ് ചെയ്തില്ല, നേഗസിന്റെ മുന്നിൽ സുജൂദ് ചെയ്തില്ല. ആ സന്ദർഭത്തിൽ ചോദിക്കപ്പെട്ടു, എന്താ സുജൂദ് ചെയ്യാത്തത്? എന്താ നിങ്ങൾ സുജൂദ് ചെയ്യാത്തത്? ആ സഹാബികൾ പറഞ്ഞ മറുപടി, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ ഞങ്ങൾ സുജൂദ് ചെയ്യുകയില്ല എന്ന് സഹാബത്ത് പറഞ്ഞുവെങ്കിൽ അത് ഇബ്ലീസിന്റെ വാദമാണെന്ന് കണ്ടുപിടിച്ച മുസ്ലിയാരെ, അല്ലാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ നിങ്ങളുടെ അവസ്ഥ എന്ത്? ആ സുജൂദ് അല്ലാഹുവിന് മാത്രമെന്ന് പറഞ്ഞ ആളാണ്. ഇബ്ലീസ് എന്ന് എഴുതി വെച്ചവരെ, നിന്റെ അവസ്ഥ എന്ത്? റബ്ബിന്റെ മുന്നിൽ നിന്റെ അവസ്ഥ എന്ത്? ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഇബ്ലീസ് അത് പറഞ്ഞോ മാന്യ സഹോദരങ്ങളെ? ഇബ്ലീസ് പറഞ്ഞോ? അത് ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. ഇബ്ലീസിന്റെ പേരിൽ കളവ്. ഇബ്ലീസ് തന്നെ ഞെട്ടിപ്പോവാണ്. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും മൂല്യാരാ, എന്നെ ഞെട്ടിക്കണ മൂല്യാരോ? ആ ഇബ്ലീസ് തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇബ്ലീസ് പറഞ്ഞു, ഞാൻ സുജൂദ് അല്ലാഹ്ക്ക് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഇബ്ലീസ് പറഞ്ഞു. ഇല്ല. പിന്നെന്താ സംഭവിച്ചത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു. മാത്രമല്ല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ വസ്തുക്കളെ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, അംബിഊനി ബി അസ്മാഇ ഹൗലാഇ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഈ വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടുവാ എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, അല്ലാഹുവേ നീ പഠിപ്പിച്ചതല്ലാതെ മറ്റൊരു വിവരവും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടാ. നീ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് അറിയാമെന്നല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് മലക്കുകൾ പറഞ്ഞു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, ഓ ആദമേ, പേരുകൾ പറഞ്ഞു കൊടുക്ക്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു പേരുകൾ, എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പറഞ്ഞു കൊടുക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച് കഴിഞ്ഞപ്പോ മലക്കുകൾ പറയുകയാണ്, ഉസ്ജുദൂ ലി ആദം, ഉസ്ജുദൂ ലി ആദമ, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യൂ. ആ സന്ദർഭത്തിൽ ഫസജദൽ മലായിക, മലക്കുകൾ സുജൂദ് ചെയ്തു. പക്ഷേ ആ കൽപ്പന ഇബ്ലീസിന് കൂടി ബാധകമായിരുന്നു. പക്ഷേ ഇബ്ലീസ് മാത്രം ജിന്നുവർഗത്തിൽപ്പെട്ടവനാണ്, അവനോടും കൂടിയാ പറഞ്ഞ് സുജൂദ് ചെയ്യാൻ. പക്ഷെ മൂപ്പര് മാത്രം ഇങ്ങനെ എഴുതി എന്നോണം സുജൂദ് ചെയ്യണില്ല. സുജൂദ് ചെയ്യാതെ മാറുന്നപ്പോ എന്താണെന്ന് ചോദിച്ചത്? റബ്ബ് ചോദിക്കാണ്, എന്ത്? മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദയ്യ, എന്റെ ഇരു കരങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ നിനക്കെന്താണ് മടി?
അപ്പൊ എന്താ ഇബ്ലീസ് പറഞ്ഞത്? അല്ലാ, നീ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചു, ഞാൻ അങ്ങനത്തെ ആളല്ല, നേരെ മറിച്ച് അന അഅ്ബുദുക, ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, വലാ ഇലാഹ ഗൈരിക, നിന്നെ അല്ലാത്തവരെ ഞാൻ ആരാധിക്കുകയില്ല, അസ്ജുദു ലക, നിനക്ക് വേണ്ടി മാത്രമേ ഞാൻ സുജൂദ് ചെയ്യൂ എന്നാണോ ഇബ്ലീസ് പറഞ്ഞത്? ആണോ? അങ്ങനൊന്നും ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഇബ്ലീസ് പറഞ്ഞ വാചകം എന്താണ്? ഇബ്ലീസ് പറയുന്നത്, ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. അല്ലാ, നീ എന്നെ സൃഷ്ടിച്ച തീ കൊണ്ടല്ലേ, അവനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടല്ലേ, അതുകൊണ്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? അത് നടക്കൂല. അത് നടക്കൂല. വസ്തക്ബറ, അവൻ കിബ്റ് നടിച്ചു, അഹങ്കരിച്ചു എന്നാ ഖുർആൻ പറഞ്ഞത്. അല്ലാതെ സുജൂദ് അല്ലാഹ്ക്ക് മാത്രമല്ല ആണോ പറഞ്ഞത്? അല്ല. എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്, അതുകൊണ്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് തീയാ സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? അതൊരിക്കലും നടക്കൂല. ഞാനാ മുന്തിയാള് എന്നാണ്. അതാണ് വസ്തക്ബറ, കിബ്റ് നടിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ ഇബ്ലീസ് പറയാത്ത ഇബ്ലീസിന്റെ പേര് പറഞ്ഞ് ഇബ്ലീസിനെ മുവാഹിദാക്കിയിട്ട് മുയിലാർ എതിർക്കുക, മുജാഹിദികളെ എതിർക്കുക. ഞാൻ പറഞ്ഞല്ലോ, എന്തിനാ സൂചിപ്പിച്ചത്? എന്ത് മുജാഹിദുകൾ പറഞ്ഞാലും ഇവര് മറുപടി പറയും. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാല് പറ്റൂല, അള്ളാഹ് എല്ലാത്തോടും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണമെന്ന് പറയാൻ മാത്രമല്ല, ഇവിടെ എഴുതി പഠിപ്പിച്ചു സമുദായത്തോട്, അള്ളാഹ് എല്ലാത്തോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു, അള്ളാഹ് എല്ലാത്തോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു, അള്ളാഹ് എല്ലാത്തോട് ദുആ ഇരക്കണമെന്ന് പഠിപ്പിച്ചു. ആര്? മുസ്ലിം ഉമ്മത്ത്. എന്നും കൊടുമാമീകന്തോരു ദിനത്തിൽ അവരെ വിളിച്ച് ദുആനെങ്കിൽ അപ്പോഴേ തന്നെ ശീഫാകളെ കിട്ടാതെ ആയിട്ടതില്ല ഒരു തേരുമെന്നോവർ എന്ന് പറഞ്ഞാൽ, എത്ര വലിയ രോഗാണെങ്കിലും ബദർ ശുഹദാക്കളെ വിളിച്ച് ദുആയിരുന്നാൽ, അവരെ വിളിച്ച് ദുആനെയിരുന്നെങ്കിൽ, അവരെ വിളിച്ച് ദുആയിരുന്നാൽ കടനാശനാണ്, അപ്പോഴേ തന്നെ ശിഫാകളെ കിട്ടാതെ ആയിട്ടതില്ല ഒരു തേരുമെന്നോ വരുന്ന. അവർ വിളിച്ച് ദുആ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടു ഈ സമുദായത്തെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ തൗഹീദിൽ നിന്ന് ജനങ്ങളെ അകറ്റിക്കൊണ്ട് പോയപ്പോൾ തൗഹീദിലേക്ക് ഈ സമുദായത്തെ ക്ഷണിച്ചു, തൗഹീദിലേക്ക് ഇവിടെ വിളിച്ചുകൊണ്ടുവന്നു, തൗഹീദിലേക്ക് വിളിച്ചു. അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തോട് എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്ത അവസ്ഥ. എന്തുകൊണ്ട്? വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു സമുദായം, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സമുദായം. എത്രത്തോളം ഈ സമൂഹത്തിലെ പാതിയായ സ്ത്രീ സമൂഹം, അവർക്ക് കയ്യെഴുത്ത് പഠിക്കാൻ തന്നെ പാടില്ല, എഴുത്ത് പഠിക്കാൻ തന്നെ പാടില്ല എന്ന് ഫത്വ ഇറക്കുകയാണ്. ഇത് വെറുതെ പറയുകയല്ല. അൽബയാൻ പത്രം, ആ അൽബയാൻ പത്രത്തിലെ ഒരു ചോദ്യം, എന്താ ചോദ്യം എന്നറിയുമോ? പെൺകുട്ടികൾക്ക് കിതാബത്ത് പഠിപ്പിക്കുന്നതിൽ നമ്മുടെ ശറഈന്റെ വിധി എന്താണ്? ചോദ്യമാണ്. നമ്മുടെ മതത്തിലെ വിധി എന്താണെന്ന്, പെൺകുട്ടികൾക്ക് എഴുത്ത് പഠിപ്പിക്കുക നമ്മുടെ മതത്തിന്റെ വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ അൽ ജവാബു ഹിദായത്തുൽ സവാബ്. അതേ ഉത്തരം, ആ ഉത്തരത്തിൽ കൊടുക്കുന്നതിൽ എന്താ പറയുന്നത്? പെൺകുട്ടികൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കുന്നത് അങ്ങേറ്റമുള്ള കറാഹത്താണെന്ന് ഫത്താവ ഹദീസിൽ ഇബ്നു ഹജർ പ്രസ്താവിച്ചിരിക്കുന്നു. ചെറിയ കറാഹത്തല്ല, നേരെ മറിച്ച് ലോങ് കറാഹത്താണ്, അങ്ങേറ്റത്തുള്ള കറാഹത്താണ്, അങ്ങേറ്റത്തുള്ള കറാഹത്താണ്. മാത്രമല്ല വീണ്ടും പറയുകയാണ്, പ്രമേയം പാസാക്കുകയാണ്. എന്താ പ്രമേയം? അൽബയാൻ തന്നെ കാണാം, സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ ശറഇൽ മക്റൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകിയാൽ അവർക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. യോഗം കൂടി തീരുമാനിക്കാണ് നമ്മുടെ സഹോദരികൾക്ക് ഉമ്മമാർക്ക് എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല. ആരാണ് അവതരിപ്പിച്ചത്? മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു. അതുപോലെ AP അഹമ്മദ് കുട്ടി മൗലവി പിന്താങ്ങിന. അങ്ങനെ ഒരാൾ അവതരിപ്പിച്ച് മറ്റേയാൾ പിന്താങ്ങാണ്. മാത്രമല്ല വീണ്ടും പറയുന്നത് കറാഹത്ത്. അങ്ങനെ കറാഹത്ത് എന്ന് പറഞ്ഞ മാത്രമല്ല, പിന്നെ കുറച്ചുകൂടി കയറ്റി പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? കാരണം വെച്ചാൽ ഈ നമ്മുടെ സഹോദരിമാര് പഠിക്കണം എന്ന് മുജാഹിദുകൾ പറഞ്ഞ പ്രശ്നം, പഠിക്കേണ്ടതവരും പഠിക്കണമെന്ന് മുജാഹിദുകൾ പഠിക്കേണ്ടതവരും. അവസാനം എത്രത്തോളം കേട്ടോളൂ, നബിയുടെ ഹദീസ് ധരിച്ചാണ് കേട്ടോളൂ. കാരണം സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കുന്നതിൽ പല ഫസാദുകളും വന്ന് വശാവാൻ ഇടയുണ്ട്. വഖാല ശൈഖ് ഇബ്നു ഇസ്മായിൽ ഫീ ശറഹ് തഅലീമുൽ മുതഅല്ലിം ഇല്ലാ അന്നഹു കുരിഹ തഅല്ലുമുഹു ലിന്നിസാഇ ലിഖൗലിഹി അലൈഹിസ്സലാം ലാ തുഅല്ലിമുൻ നിസാഅൽ ഖത്ത. എങ്കിലും സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കൽ മക്റൂഹാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നു, നിങ്ങൾ സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കരുത്. നബി പറഞ്ഞിട്ടുണ്ട്.
പെണ്ണുങ്ങൾക്ക് എഴുത്ത് പഠിപ്പിക്കരുത് നബി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കേട്ടോളൂ എന്താ പറയുന്നത്. വകാല ശൈഖു, ഇക്കാലത്തുള്ള സ്ത്രീകൾ അക്ഷരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശറഅ അനുസരിച്ചുള്ള തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി അതിനാൽ കണക്കില്ലാത്ത പാവങ്ങൾ വന്നു വശാകുന്നതും അതുപോലെ പാവങ്ങൾക്കുള്ള ഉപകരണമാകുന്നതും ദൃഷ്ടിയിൽ അറിയപ്പെട്ടതായും അനുഭവപ്പെട്ടതായും വരുന്നതായതുകൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശറഅ അനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലുമായാൽ അത് അസ്ലിൽ മക്രൂഹ് മാത്രമാണെങ്കിലും ഇക്കാലത്തുള്ള സ്ത്രീകൾ അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാണ്. അല്ല, ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. ഇക്കാലത്തുള്ള സ്ത്രീകള് അക്ഷരവിദ്യ പഠിക്കൽ ഹറാമാകാൻ മാത്രമേ വഴി കാണുള്ളൂ. ഹറാമാണെന്ന് എന്ത് ഹറാമാണെന്ന്? എന്ത് ഹറാമാണെന്ന്? കള്ളുകുടിക്കൽ ഹറാമാണ്, വ്യഭിചരിക്കൽ ഹറാമാണ്, അതുപോലെ തന്നെ സ്ത്രീകൾ എഴുതൽ ഹറാമാണ്, എഴുത്ത് പഠിക്കൽ ഹറാമാണ്. ഇതൊക്കെ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ലേ മാന്യ സഹോദരങ്ങളെ? ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ലേ? എന്ന് മാത്രമല്ല, ഞാനൊക്കെ സമസ്തയുടെ മദ്രസയിൽ ഓതി പഠിച്ചാളാ. അപ്പോ എക്സാം വരുമ്പോ, പരീക്ഷ വരുമ്പോ ആൺകുട്ടികൾ എഴുതണം, പെൺകുട്ടികൾ ചോദ്യം ചോദിച്ചു വിടല. പെൺകുട്ടികളോട് ഉസ്താദ് ചോദ്യം ചോദിച്ച് ചെവിയിൽ ചോദിച്ചു വിടല. അപ്പൊ അന്ന് നമുക്കറിയില്ല ഇതെന്താ ഇങ്ങനെ. നമ്മള് പക്ഷാഭേദം കാണിക്കണം ഉസ്താദ് നമ്മുടെ വിചാരം. കാരണം വെച്ചാല് നമ്മളെ കൊണ്ട് എഴുതിച്ച് പെൺകുട്ടികളോടൊന്ന് മമത കാണിച്ചിട്ട് അവരോട് ചോദ്യം ചോദിച്ചു വിടുകയാണ്. ഉസ്താദ് ശരിയല്ല നമ്മളെന്ന് പറയണേ. പക്ഷെ പിന്നെ മനസ്സിലായത് ഉസ്താദ് ശരിയല്ലാതിട്ടല്ല, നേരെ ഒരു സമസ്തയുടെ തീരുമാനം. അത് കേട്ടോളൂ, പ്രസ്താവന. ബൽബയാനൊന്നൊരു പ്രസ്താവന കേട്ടോ. എന്താ പ്രസ്താവന? പരീക്ഷാ ബോർഡ് യോഗം, പരീക്ഷാ ബോർഡിന്റെ ഒരു സാധാരണ യോഗം സ്ഥലം ബോർഡ് ഓഫീസിൽ വെച്ച് പരീക്ഷാ ബോർഡ് ചെയർമാൻ ജനാബ് KM അബൂബക്കർ ലബ്ബ സാഹിബിന്റെ അധ്യക്ഷതയിൽ 12/11/58 ചേരുകയുണ്ടായി. വരുന്ന ശഅബാൻ ആദ്യത്തിൽ അംഗീകൃത മദ്രസകളിലെ 5ാം തരത്തിൽ നടത്താൻ പോകുന്ന പൊതുപരീക്ഷ അതാത് മദ്രസകളിൽ വെച്ച് തന്നെ ആൺകുട്ടികൾക്ക് എഴുത്തു മുഖേനയും പെൺകുട്ടികൾക്ക് വാക്കുമൂലവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കേട്ടോ, ആൺകുട്ടികൾക്ക് എഴുത്തു മുഖേന, പെൺകുട്ടികൾക്ക് വാക്കുമുഖേന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ഇത് പ്രസ്താവനയാക്കി ഇറക്കിവിടുകയാണ് മാന്യ സഹോദരങ്ങളെ. മാത്രല്ല, മുസ്ലിം സഹോദരിമാര് അവർക്ക് വിദ്യ വിരോധിച്ചു, എഴുത്ത് വിരോധിച്ചു എന്ന ഒരു പ്രസ്ഥാനം ഫത്വ ഇറക്കി. പാടില്ലെന്ന് ഫത്വ ഇറക്കി. ജാഹിദുകൾ പറഞ്ഞു പഠിക്കണം, സ്ത്രീകൾക്ക് എഴുത്ത് പഠിക്കണം. ആ വിഷയത്തിൽ മാന്യ സഹോദരങ്ങളെ വാദപ്രതിവാദം നടന്നു. അല്ലെങ്കിൽ വാദപ്രതിവാദത്തിന് കരാറെഴുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? ആ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വാദപ്രതിവാദത്തിന് കരാറെഴുതിയിട്ടുണ്ട്. 1974 കുണ്ടുതോട് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ, അതിൽ വാദപ്രതിവാദ വിഷയങ്ങൾ എഴുതുമ്പോൾ അതിൽ 24ാമത്തെ വിഷയമാണെന്ന് തോന്നുന്നു. എന്താണ് വിഷയമെന്നറിയോ? സ്ത്രീകൾക്ക് എഴുത്ത് പഠിക്കൽ, സ്ത്രീകൾക്ക് എഴുത്ത് പഠിക്കൽ കറാഹത്താണ് സുന്നികൾ. സ്ത്രീകൾ എഴുത്ത് പഠിക്കൽ അനുവദനീയമാണ് മുജാഹിദുകൾ. വാദപ്രതിവാദം. സ്ത്രീകൾക്ക് എഴുത്ത് പഠിക്കാൻ പറ്റുമോ പറ്റൂലത്? വാദപ്രതിവാദം. എന്നിട്ട് വാള് പറഞ്ഞു നടന്നു. എന്ത്? എന്താ വാള്? അതെ, പെൺകുട്ടികൾ എഴുത്ത് പഠിക്കാൻ പാടില്ല. കാര്യം എന്താ? എന്താ പറഞ്ഞത്? കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കര എന്ന് പറയുന്ന പ്രദേശത്തുള്ള സുലൈഖ എന്ന് പറഞ്ഞ പെൺകുട്ടി രവി എന്ന് പറയുന്ന ആൾക്ക് പ്രേമലേഖനം എഴുതിയതാ. അങ്ങനെയാണ്. മലയാളവും അറബി എല്ലാം കൂടെ മിക്സ് ആയിട്ടാ പാട്ട്. അത് മുമ്പ് അങ്ങനെയാണ്. പണ്ട് ഉമർഖാദി പാടിയില്ലേ? ഉമർഖാദി ഒരു വീട്ടിൽ ചെന്നു. ഉമർഖാദി ഒരു വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകാൻ വേണ്ടി ചെല്ലുമ്പോ അന്ന് പഴയകാലത്ത് കിണ്ടിയിലാണ് വെള്ളം വെക്കല്, പൈപ്പൊന്നുമില്ല. അപ്പോ ആ വീട്ടിലൊരു പാവപ്പെട്ടന്റെ വീടാണ്, ഒരു മൺകിണ്ടി, മണ്ണ് വെച്ചുള്ള ഒരു കിണ്ടിയാണല്ലോ, മൺകിണ്ടിയുള്ളത്, ചട്ടിയൊക്കെ ഉപയോഗിക്കണ പോലെ കിണ്ടിയുള്ളത്. അങ്ങനെ ഉമർഖാദി വെള്ളം എടുത്ത് കൈ കഴുകാൻ പോകുമ്പോ കൈ വിട്ടുപോയി, കിണ്ടി വീണ് പൊട്ടിപ്പോയി. അപ്പൊ അദ്ദേഹം പാടിയത്രേ. അപ്പൊ അയാളിങ്ങനെ എഴുതിട്ട് ഉമർഖാദി ഇങ്ങനെ എഴുതി വെക്കുമ്പോ വീടിന്റെ ഉടമ മൂപ്പരാകെ ബ്ലിങ്കി നിൽക്കുകയാണ്, മുഖമൊക്കെ പ്രയാസപ്പെട്ട്, ആകെ പൊട്ടിയ കിണ്ടി, ഇനി വേറെ കിണ്ടി ഇല്ല, അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഉമർഖാദി പാടിയത്ര എന്ത്? അല്ലാഹുമ്മ ഗഫിർലി സാഹിബി മങ്കിണ്ടി അഅതിലഹു ഫിൽ ജന്നതി പൊൻകിണ്ടി. അല്ലാഹുവേ, ഈ മങ്കിണ്ടിയുടെ ആക്ക് പുറത്തു കൊടുക്ക്, അതിന് പകരം സ്വർഗത്തിന് പൊൻകിണ്ടി കൊടുക്കുക. ഇതുപോലെ ഇവര് പാട്ടുപാടാൻ എന്ത്? സുലൈഖത്തുന ഹത്തത് ദൂതൻ ഇലാ രവി ഫഹൽ ദാക ഇല്ലാ മിൻ ശിറാരി കിതാബതി. സുലൈഖ എന്ന് പറയുന്ന പെൺകുട്ടി രവിക്ക് പ്രേമലേഖനം എഴുതിയത് ഫഹൽ ദാക ഇല്ലാ മിൻ ശിറാരി കിതാബതി, പെണ്ണ് എഴുത്ത് പഠിച്ചുകൊണ്ടുള്ള ഷറല്ലേന്നാ.
അത് ചോദിച്ചിട്ട് പെൺകുട്ടികൾ എഴുത്ത് പഠിക്കാൻ പാടില്ല. അന്ന് മുജാഹിദുകൾക്ക് പറയേണ്ടി വന്നത് പെൺകുട്ടികൾ പഠിച്ചോട്ടെ, ആണുങ്ങൾ പഠിക്കാതിരുന്നാ മതി. അഥവാ പ്രേമലേഖനം എഴുതിയാൽ ഇത് വായിക്കൂലല്ലോ, അവരെഴുതിയാലും വായിക്കൂലല്ലോ. എങ്കിലും പെണ്ണ് പഠിക്കണം, പെൺകുട്ടി പഠിക്കണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ സമുദായത്തിലെ അല്ലെങ്കിൽ ഏതൊരു സമുദായത്തിലെയും ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ, ഏതൊരു കുട്ടിയുടെയും ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അത് മാതാവിന്റെ മടിത്തട്ടാണ്. ഒരു കുട്ടി സംസ്കാരം പഠിക്കുന്നത്, ഒരു കുട്ടി ദീൻ പഠിക്കുന്നത്, ഒരു കുട്ടി മാനവ പഠിക്കുന്നത് മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപപ്പെട്ട് വരുമ്പോ ആ കുട്ടിക്ക് റൂഹൂതിയിട്ട് 6 മാസം തുടങ്ങിയിട്ട് ആ മാതാവിന്റെ ചലനങ്ങൾ കുട്ടി അറിയുന്നു. ആ മാതാവിന്റെ മാനസിക വികാരങ്ങൾ കുട്ടി പങ്കിടുകയാണ്. അങ്ങനെ മാതാവുമായൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ആ കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അത് മാതാവാണെങ്കിൽ, ഉമ്മയാണെങ്കിൽ ആ ഉമ്മക്ക് വിദ്യയുണ്ടാകണം, ആ ഉമ്മക്ക് അറിവുണ്ടാകണം, ആ ഉമ്മക്ക് കഥമുണ്ടാകണം, ആ ഉമ്മക്ക് സംസ്കാരമുണ്ടാകണം. അതുകൊണ്ട് ഈ സമൂഹത്തിലെ പെൺകുട്ടികൾ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനും വഴികേട്ട പ്രസ്ഥാനാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം. മാത്രല്ല, ഇവിടുന്ന് മുജാഹിദ് എന്ന് കുറെ പറഞ്ഞു. ഇപ്പോഴോ ഈ വിഷയത്തിൽ എല്ലാവരും മുജാഹിദാ. പ്രബന്ധക്കാരുണ്ടോ, പ്രമേയക്കാരുണ്ടോ? അല്ലേ? ഇപ്പൊ ഇവിടെ എല്ലാവരും വഹാബികളാ. ഈ വിഷയത്തിൽ ആരാ വഹാബി ഇല്ലാത്തൊന്ന് എനിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സമസ്തക്കാരൻ വരട്ടെ. ഞാൻ അങ്ങനെ അല്ലാതെ പറഞ്ഞിട്ട് ഇവിടെ വഹാബിയായിരുന്നു. മാത്രല്ല, ഇപ്പൊ പഴയത് പറയാൻ തന്നെ മടി. പണ്ടിങ്ങനെ പറഞ്ഞിരുന്നു, ഞങ്ങൾ പ്രമേയം പാസാക്കിയത് പറയാൻ തന്നെ മടി. ഒരു ചോദ്യം ചോദിച്ചപ്പോ ഒരു മൂലാരുടെ മറുപടി ഒന്ന് കേട്ടോളൂ. എന്റെ ചോദ്യം 2 അവസ്ഥയും ഉള്ളപ്പോഴുള്ള ഒരു ചോദ്യമാണ്. അൽ ബയാൻ അറബി മലയാള പത്രത്തിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1926 കേട്ടോണ്, അൽ ബയാൻ അറബി മലയാള പത്രത്തിൽ കാണാം, സ്ത്രീ അക്ഷരവിദ്യ ശറഹിൽ മക്രൂഹാണെന്നും എന്ന് തുടങ്ങിയിട്ട് അവസാനം പറയുന്നുണ്ട്, ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർത്തും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തന്നെ സ്ത്രീകളോട് അക്ഷരം, അതായത് വിദ്യ പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ചുരുക്കി പറയുന്നതാണ്, ദീർഘമായിട്ടല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഈ വാദം നിലനിൽക്കെ തന്നെ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപഠിച്ചതും കേട്ടുപഠിച്ചതുമൊക്കെ കാണാം, സമസ്തയുടെ മദ്രസകളിലും തന്നെ പെൺകുട്ടികൾ സ്ത്രീ അക്ഷരവിദ്യ പഠിക്കുന്നുണ്ട്. 926 അൽബയാനിൽ എഴുതി എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. 926 അൽബയാൻ ഇറങ്ങിയിട്ടില്ല. ഒന്ന് അൽബയാൻ ഇല്ല അന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പത്രത്തിൽ ഒരു ലേഖനം എഴുതിയാൽ സ്വാഭാവികമായും അതിന്റെ അടുത്ത ലക്കത്തിൽ അതിന്റെ മറുലേഖനം ഉണ്ടോ എന്നും അതിന്റെ ഖണ്ഡനങ്ങൾ ഉണ്ടോ എന്നും കൂടി പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ ആ ലേഖനം കണ്ടിട്ടില്ല. 2, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവ്വിഷേകമായി എവിടെയെങ്കിലും എന്തെങ്കിലും പൂർവ്വകാലത്ത് എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർവിക മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ച കാര്യം എടുത്തു ഉദ്ധരിക്കുക മാത്രമല്ലാതെ സ്ത്രീകളെ പഠിപ്പിക്കരുത് എന്ന രീതിയിൽ ഒരു നയസമീപനം സമസ്ത സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ മദ്രസത്തുൽ ബനാത്തിന് തുടക്കത്തിൽ തന്നെ അംഗീകാരം കൊടുക്കില്ല. മഹാന്മാരായ ഇപ്പൊ ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മ പോലെയുള്ള പൂർവീകരായ തസൗഫിന്റെ ആലിമ്യങ്ങളുടെ സൂക്ഷ്മതയുടെ ഭാഗമായി എഴുതി വെച്ച ഏതെങ്കിലും ഉദ്ധരണികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ടാകാം. നിങ്ങളെ വായിച്ച ലേഖനത്തിന്റെ അന്ത്യത്തിൽ തന്നെ ഉപയോഗിച്ച പദം അതിന് വളരെ ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ അഭിപ്രായമോ അങ്ങനെ വരാനേ വഴി കാണുന്നുള്ളൂ. ഒരിക്കലും ഒരു തീരുമാനമോ മസലയോ അങ്ങനെയല്ലല്ലോ പറയാറുള്ളത്. അല്ല, വഴി അത് ഒരാളുടെ അഭിപ്രായം, അത് എഴുതിയ ആളുടെ അഭിപ്രായം എന്നതുപോലെ കിതാബുകളുടെ ഉദ്ധരണി നോക്കിയാൽ സമസ്തക്കാരല്ലാത്ത പൂർവീക പണ്ഡിതന്മാർ തന്നെ സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന്റെ ദൂഷ്യത ഉദ്ധരിച്ചത് കാണാൻ കഴിയും. പൂർവീക പണ്ഡിതന്മാരുടെ രേഖകൾ തസൗഫിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പണ്ഡിതന്മാർക്ക് അക്കാര്യത്തിൽ അഭിപ്രായാന്തരം സ്വാഭാവികമാണ്. പക്ഷെ സമത്വ ഒരു നയം എന്ന രീതിയിൽ മദ്രസത്തുൽ ബനാത്ത് ആരംഭിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. കണ്ടോ? അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ്. ഏതൊരു മൂല്യാര് അങ്ങനെ എഴുതി അയാളുടെ അഭിപ്രായമാണ് എന്നാ പറഞ്ഞത്. അയാളുടെ അഭിപ്രായമാണ്. എന്നാ മാന്യ സഹോദരങ്ങളെ, അയാളുടെ അഭിപ്രായമല്ല. 1930 മാർച്ച് മണ്ണാർക്കാട് വെച്ച് നടന്ന സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയതാണിത്. ഇന്നത് പറയാൻ തന്നെ പ്രയാസപ്പെടുകയാണ്. ആരാ ഇത് സ്വീകരിക്കുക? നിങ്ങളുടെ പെൺമക്കളെ പഠിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ആരാ സ്വീകരിക്കുക? നിങ്ങളുടെ പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ആരാ സ്വീകരിക്കുക? ഇത് സ്വീകരിക്കുവോ? അത് മുങ്ങിപ്പോയി ആ പ്രമേയം, ഇല്ലേ? ഇനിയോ ഭൗതിക വിദ്യാഭ്യാസമോ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ്. ഇപ്പൊ ചിലര് പറയണെന്ന് വെച്ചാൽ അങ്ങനെ ആരാ പറഞ്ഞത്? ഇതാ, അതിനാരും പറഞ്ഞിട്ടില്ല. എന്ത് തെളിവാണുള്ളത്? ഇതാ
ചില സാധുക്കൾ അതിനുള്ള തെളിവുണ്ടോ? ഞങ്ങളെങ്ങനെ പറഞ്ഞെന്നുള്ളത് ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷ സുന്നി വോയിസ് 2006 പറയാ. നമുക്ക് മാത്രമേ ധൈര്യപൂർവ്വം വിസമ്മതത്തിന്റെ മുദ്രാവാക്യം മുഴക്കാൻ അവകാശമുള്ളൂ. കാരണം നാം ആരിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടില്ല. സാമ്രാജ്യത്വാധിനിവേശങ്ങൾക്കെതിരെ എന്നും വിസമ്മതം പ്രകടിപ്പിച്ചവരാണ് നമ്മൾ. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് നമ്മുടെ പണ്ഡിതരെ കൊണ്ട് പറയിച്ചത് ഈ വിസമ്മതത്തിന്റെ കരുത്താണ്. കണ്ടോ? അവൻ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് നമ്മുടെ ഉസ്താക്കന്മാരെ കൊണ്ട് പറയിച്ചത് ഈ വിസമ്മതത്തിന്റെ കരുത്താണെന്ന്. കേട്ടോളൂ, ഒരു കാലത്ത് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞവർക്ക് മതമനുശാസിക്കുന്ന നിഷ്കളങ്കത ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് മീഡിയം ഇസ്ലാമിക് നഴ്സറി സ്കൂളുകൾ നടത്തുന്ന പുതലമയെ നയിക്കുന്നത് പൂർണ്ണമായും കച്ചവട താല്പര്യങ്ങളല്ലെന്ന് പറയാമോ? അപ്പൊ ഒരു കാലത്ത് പറഞ്ഞതാണെന്ത്? എന്ത്? ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ്, അത് പഠിക്കാൻ പാടില്ല. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്നാ മാന്യ സഹോദരൻ. അപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പൊ എല്ലാരും നരകത്തിലെ ഭാഷയും പഠിച്ചടക്കുക, നരകത്തിലെ ഭാഷയും പഠിച്ചെടുക്കുക. ഇനി കേട്ടോ ഒരു അവസ്ഥ, മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ പറഞ്ഞില്ല. റിസാല 2000 ജനുവരി റിസാല എഴുതാണെന്ത്? തലശ്ശേരിയിൽ മായം എന്ന ഒരാൾ തന്റെ 2 പെൺകുട്ടികളെ ഇംഗ്ലീഷ് സ്കൂളിൽ അയച്ചു. തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് മായൻ എന്ന ഒരാൾ തന്റെ 2 പെൺകുട്ടികളെ ഇംഗ്ലീഷ് സ്കൂളിൽ അയച്ചു. അതിന് സമൂഹം അദ്ദേഹത്തിന് നൽകിയ പേര് കാഫർ മായൻ എന്നായിരുന്നു. കണ്ടോ? സമൂഹം ഓമനപ്പേരിട്ട മായിൻ എന്ന് പറഞ്ഞ സുഹൃത്തിന് കാഫർ മായിൻ. കാര്യം എന്താ? മൂപ്പർ 2 പെൺകുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു എന്നാ. മാന്യ സഹോദരങ്ങളാണെങ്കിൽ അങ്ങനാണെങ്കിൽ ഇപ്പൊ നമ്മളെയൊക്കെ എന്താ വിളിക്കേണ്ടത്? എന്താ വിളിക്കേണ്ടത്? തീർന്നോ? എന്തേ? കാരണം ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്നായിരുന്നു പൊതുവെ പറയപ്പെട്ടിരുന്നത്. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂല. നമ്മുടെ കൂട്ടത്തിൽ ഒരു ജഡ്ജി ഉണ്ടാവും മാന്യ സഹോദര, ഒരു വക്കീലുണ്ടാവും, ഒരു ഡോക്ടർ ഉണ്ടാവും, ഒരു എഞ്ചിനീയർ ഉണ്ടാവും. മുസ്ലിം സമൂഹം ഈ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ എവിടെയാകുമായിരുന്നു? മാത്രമല്ല, കേട്ടോളൂ, പിന്നെയും പറയുന്നത് കേട്ടോളൂ. എന്താ പറയുന്നത്? മലയാളത്തിന് ആരിനെഴുത്ത് എന്നാണ് പറഞ്ഞിരുന്നത്. മലയാളവും പറ്റൂല. അപ്പൊ ഇംഗ്ലീഷ് പറ്റൂ? ഇംഗ്ലീഷ് പറ്റൂല. മലയാളം എങ്കിൽ മലയാളം പഠിക്കാൻ പറ്റൂ? അതും പറ്റൂല. സ്കൂളിലെ പാഠ്യപദ്ധതി ഹൈന്ദവ സംസ്കാരത്തിനനുസരിച്ചായിരുന്നു. മുസ്ലിങ്ങൾ അവരുടെ ആവശ്യത്തിന് അറബി മലയാളം ലിപി പഠിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് ദൈനംദിന ജീവിതാവശ്യങ്ങൾക്ക് മലയാളത്തെയോ ഇംഗ്ലീഷിനെയോ ആശ്രയിക്കേണ്ടതുണ്ടായിരുന്നില്ല. അപ്പൊ ഇംഗ്ലീഷും മലയാളവും പഠിക്കേണ്ടായിരുന്നു എന്നാ മുസ്ലിം ഉമ്മത്തിന്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ ആവശ്യത്തിന് അറബി മലയാളം പഠിച്ചിരുന്ന നിങ്ങൾക്കറിയോ, വക്കം മൗലവിയെ പോലുള്ള ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഓടി നടന്ന മുസ്ലിം സമുദായത്തിന് വേണ്ടി സ്വന്തം പാടവും പറമ്പും വിറ്റിട്ട് സ്കൂളുകൾ സ്ഥാപിച്ചിട്ട് ഈ സമൂഹത്തിന് പഠിക്കാൻ അവസരം ഉണ്ടാക്കിയിട്ട് മുസ്ലിം കുട്ടികളെ സ്കൂളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അറബി ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ അവസരമൊരുക്കി വക്കം മൗലവിയെ പോലെ ആളുകൾ ബുദ്ധിപരമായ പ്രവർത്തിച്ചതവർ. അറബി പഠിക്കാൻ സ്കൂളിൽ തന്നെ അവസരമുണ്ടാക്കി. കുട്ടികളെ സ്കൂളിൽ വിട്ട് അറബി പഠിപ്പിക്കണം. ആ കാലഘട്ടത്തിൽ അതിനുവേണ്ടി എഴുതി തയ്യാറാക്കിയ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. വക്കം മൗലവി സ്വന്തമായി പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കി. ആ കാലഘട്ടത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ പവറോടുകൂടി വക്കം മൗലവി പ്രവർത്തിച്ചത് കാണാം. എന്ന് പറഞ്ഞാൽ ഇയാൾ അറബി പഠിപ്പിക്കുവാൻ പറ്റിയ ആളാണ് എന്ന് വക്കം മൗലവി ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്ത് സീൽ ചെയ്ത് അയാളെ സ്കൂൾ അധ്യാപകരായി നിയമിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാഹി പണ്ഡിതന്മാർ ഒരു യൂണിവേഴ്സിറ്റിയായി മുസ്ലിം സമുദായത്തിന് വേണ്ടി അധ്വാനിച്ച കഷ്ടപ്പെട്ട ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടിപ്പോ ആ ചാൻസിൽ ചില ആളുകൾ അബ്ദുൽ എഴുതിയെടുത്തിട്ട് കയറിയിട്ട് ഇപ്പോ സ്കൂളിൽ ചർച്ച മുദ്രാവാക്യം വഹിക്കാൻ വേണ്ടി നടക്കുകയാണ്. അറബി സ്കൂളിൽ നിന്ന് ഒഴിവാക്കണം, അറബി സ്കൂളിൽ നിന്ന് ഒഴിവാക്കണം, അറബി ഭാഷ സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കണം എന്ന് മുദ്രാവാക്യം വിളിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്ത പത്രക്കാരും അതിനുവേണ്ടി ഒത്താശകൾ ചെയ്ത സംഘടനക്കാരും ഇവിടെ ഉണ്ട്. നമുക്കറിയാം. ഏതായിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത്, ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സ്കൂളുകളിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ പ്രസ്ഥാനം, അതിന്റെ പേരിൽ എത്ര ആക്ഷേപം കേട്ടു. സ്വന്തം മക്കളെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചതിന്റെ പേരിൽ കാഫർ എന്ന പേര് സ്വന്തം പേരിന്റെ മുന്നിൽ ഹാജിയാർ എന്ന് എഴുതി വെക്കുന്നത് പോലെ എഴുതി വെക്കപ്പെട്ട കാലം കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാന്യ സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് പ്രയാസം സഹിച്ചു. എന്നാലോ ഞങ്ങൾക്കിന്ന് പറയാം ഈ വിഷയത്തിൽ ഇന്ന് സമസ്തക്കാർ വഹാബികളാണ്. ഈ വിഷയത്തിൽ സ്കൂൾ കലാലയമാണെന്ന് പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമിക്കാർ സലഫികളാണ് ഈ വിഷയത്തിൽ. അല്ലേ? ഈ വിഷയത്തിൽ ആരാ മാറാത്തത്? ഇപ്പൊ എല്ലാവരും വഹാബിയാ, സമസ്തക്കാരും വഹാബി. പിന്നെ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞ സമസ്തക്കാരൻ ഈ വിഷയത്തിൽ വഹാബിയല്ലേ? വഹാബിയാണ്. ആരെന്താ? സ്വന്തം പേര് പോലും ഇംഗ്ലീഷാക്കി,
സ്വന്തം പേര് പോലും ഇംഗ്ലീഷിലാ. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞു നടന്ന് സ്വന്തം മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടു എന്നതിന്റെ പേരിൽ മായൻ എന്ന പേരുള്ള ഒരാളെ കാഫറുമായി എന്ന് വിളിച്ച് പരിഹസിച്ച് നടന്ന ആളുകളോ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ എന്താ സംഘടന പേര്? SSF. എന്താ ഫുൾ ഫോം? സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ. ഏതാ ഭാഷ? നരകത്തിലെ ഭാഷ അല്ലേ? സ്വന്തം പേര് പോലും ഇംഗ്ലീഷില്. മാത്രല്ല ഇത് കണ്ടപ്പോ തരീക്കത്താരും ചോദിച്ചാടാ ഇതെന്ത് ഭാഷയാണ്? ഇംഗ്ലീഷ് ആണല്ലോ ഫുള്ള്, അതുകൊണ്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഒരു മുസ്ലിം മറുപടി പറയണേ കേട്ടോ. ഇവിടെ പ്രസംഗിച്ച എല്ലാ ശൈഖുമാരും മുരീദുമാരും ഖലീഫമാരും പ്രസംഗിച്ചു, ഓ ജനങ്ങളെ, നിങ്ങൾ SSFിലേക്ക് SKSSലേക്ക് നിങ്ങൾ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും പോകരുതേ. നിങ്ങൾ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ പിന്നാലെയല്ല പോകേണ്ടത്, തൗഹീദിന്റെ കരിമത്തിലേക്ക് അതിന്റെ പിന്നാലെ പോകൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇതേതാ? ഇത് തരീഖത്ത് വിമർശനങ്ങൾക്ക് മറുപടി. അദ്ദേഹം ജീലാനി സന്ദേശം മാസിക, ജീലാനി സന്ദേശം ഇതേതാ? ഇതാ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ദുരിവാരിക. ഇതൊക്കെ ആരാ ഇറക്കുന്നതെന്ന് അറിയോ നിങ്ങൾ? ഇതാ ഞാൻ വായിക്കാം. ജീലാനി സ്റ്റഡി സെന്റർ വളാഞ്ചേരി. ജീലാനി സ്റ്റഡി സെന്റർ. ഇത് പിന്നെ അറബിയം, ഇത് ഖുർആൻ ശരീഫും. ഈ ജീലാനി സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുതേ എന്ന് പറഞ്ഞ ആളുകൾ ഇറക്കുന്നത് ബാസികകൾ, അവരുടെ വീക്കിലികൾ, വാരികകൾ, അതൊക്കെ ജീലാനി സ്റ്റഡി സെന്റർ വളാഞ്ചേരി. അത് ഖുർആൻ ശരീഫിലുള്ള പദവിക്കാരൻ, അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖിന്റെ പുത്തൂർ കൈബിലുള്ളതാണല്ലേ. എന്താ ചങ്ങാതിമാർ ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് ആൾപ്പാർപ്പുണ്ടോ എന്ന് നോക്കണ്ട. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പറയാൻ പറ്റും. എന്നിട്ട് വലിയ ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പിന്നാലെ പോകരുതേ. അപ്പൊ നിങ്ങളും ഈ പേരിലൊക്കെ ഇംഗ്ലീഷ് സ്വീകരിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും ഇസ്ലാമൊന്നും പുറത്തു പോകൂല. നമ്മൾ SSF SYS എന്ന് പറയുമ്പോഴേക്ക് ഇസ്ലാമൊന്നും പുറത്തു പോകുന്നില്ല. അത് നിങ്ങൾക്ക് കഥയില്ലാത്തതിന്റെ അവസാനത്തെ ഉദാഹരണമാണ്. അത് എത്ര ഞാൻ പറയുന്നു. ഇപ്പൊ ഇവർക്ക് കഥ വെച്ചതാ, നേരത്തെ കഥയില്ലായിരുന്നു, ഇപ്പൊ കഥ വെച്ചതാ. ഇതാ മാറ്റം. അത് വഹാബിയായിട്ട് പ്രസംഗിക്കണം ഉപരി. ആ വിഷയത്തിൽ വഹാബികളായി, ആ വിഷയത്തിൽ വഹാബി നിലപാടാണ്, സലഫികളുടെ നിലപാടാണ്, അല്ലേ, മുജാഹിദുകളുടെ നിലപാടാണ്. എന്നാൽ ഇതൊക്കെ മുമ്പത്തെ കഥകളാണ്, ഇതൊക്കെ പഴയ ഈടുകളാണ്, ഒക്കെ മാറ്റം വന്നു. പക്ഷേ ഇപ്പോഴോ ഒരു കാലഘട്ടത്തിൽ അക്ഷരത്തെ തൊട്ട് ഈ സമുദായത്തെ തടഞ്ഞു നിർത്തി വിവരമില്ലാത്തവരായി, വിവരദോഷികളായി കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പിന്നിലേക്ക് വലിച്ച ഈ പൗരോഹിത്യം തന്നെ ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതോ ഇതൊക്കെ ദുനിയാവിത്തീരുന്ന പ്രശ്നമാണ്. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം, എത്ര വലിച്ചാലും ദുനിയാവിത്തീരുന്ന വിഷയമാണ്. പക്ഷെ ഇന്ന് ഇവർ നരകത്തിലേക്ക് നേരെ വലിക്കുക, ഡയറക്റ്റായി. നരകത്തിലേക്ക് ഡയറക്റ്റായി വിളിച്ചു കൊണ്ടുപോവുക, നരകത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് ഇപ്പോഴത്തെ പ്രസംഗങ്ങൾ, ഇപ്പോഴത്തെ വിശദീകരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മുസ്ലിമിന് തന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളത് കേട്ടോളൂ. ഒരു മുസ്ലിയാർ പ്രസംഗിച്ചത് വേറൊരു മുസ്ലിയാർ ക്ലിപ്പിട്ട് പ്രസംഗിക്കുകയാണ്. അതിനേക്കാളും അപകടകരപ്പോ ഇപ്പൊ ഇവര് മഹാൻ പ്രസംഗിച്ചത് സീഡിയിലുള്ള ഭാഗ ഇപ്പൊ ഇങ്ങോട്ട് കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ള അറിയും. അള്ള ചെയ്യണ എല്ലാ കാര്യവും നമ്മളറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാലേ അവിടെ പറയാണ്, ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതന്നെ ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ്, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല പറയാൻ പോണു. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി വളരെ വ്യക്തമായി എവിടേക്കാണ് ഇവരെ പോക്ക്. ഈ മുസ്ലിം സമൂഹത്തിന് ഒരു കാര്യബോധമുള്ള മുസ്ലിങ്ങളെ മുമ്പിലാണ് പറയണത്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്താ പറഞ്ഞത്? ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല. ഏത് ഉസ്താദ്? നമ്മുടെ കോഴിക്കോട് അബൂബക്കർ അയാൾ അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല. നിങ്ങൾ മനസ്സിലാക്കുക, എത്ര ഗൗരവമുള്ള വാക്കാണ്. അള്ളാഹിനെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ വായിച്ചു തന്നില്ലേ, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് എഴുതി വെച്ചപ്പോൾ മറുപടി എഴുതിയ ആൾക്കാരാ. അള്ളാഹുവിനെ ഇവർക്ക് മനസ്സിലായിട്ടില്ല, റബ്ബിനെ ഇവർക്ക് മനസ്സിലായിട്ടില്ല, അള്ളാഹുവിന്റെ സവിശേഷത ഇവർക്ക് മനസ്സിലായിട്ടില്ല. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ശിർക്ക് ചെയ്ത ജനങ്ങളോട് ചോദിച്ച ചോദ്യം, ബഹുദൈവാരാധകരായ ജനങ്ങളോട് ചോദിച്ച ചോദ്യം, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. മാലക്കും മനുഷ്യരെ നിങ്ങൾക്ക് എന്ത് പറ്റി, എന്ത് സംഭവിച്ചു പോയി? ലാ തർജൂന ലില്ലാഹി വഖാറാ. അള്ളാഹുവിന് നിങ്ങളൊരു ഗാംഭീര്യവും കാണുന്നില്ലേ? അള്ളാഹുവിന് മഹത്വവും കാണുന്നില്ലേ?
അള്ളാഹു ഒന്നും ചെയ്യൂല നമ്മുടെ മൂല്യം അറിയാതെ എന്ന് പറഞ്ഞാൽ ഇയാളാണ് ഉടമ, അള്ളയോ അടിമയാണ്. കാരണം അടിമയറിയാതെ ഉടമയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്, അതാ നിയമം. അല്ലാതെ ഒരു അടിമ പറയോ ഞാനറിയാതെ ഉടമയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അടിമ, അങ്ങനെയുണ്ടോ? ഉടമ ചെയ്യുന്നത് അടിമയറിഞ്ഞു വേണമെന്നില്ല, പക്ഷെ അടിമ ചെയ്യുന്നത് ഉടമയറിയണം, അതാണ് നിയമം. ഇവിടെ ആരാണ് ഉടമ, ആരാണ് അടിമ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യുകയില്ല കാന്തപുരം അറിയാതെ എന്ന് പറഞ്ഞാൽ, മന്റെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് റബ്ബ് നൽകിയ മഹത്വം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുദ്റത്ത് ഇവർക്ക് അറിയുമോ? അല്ലാഹുവിന്റെ സൃഷ്ടി പ്രപഞ്ചം ഇവർക്ക് അറിയുമോ? അല്ലാഹുവിന്റെ മഹത്വം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരാണ് റബ്ബ്? ആരാണ്? എന്താണ് റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയത്? അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ആ ഒരു ഗൗരവവും കാണാതെ, റബ്ബിന് ഒരു മഹത്വവും കാണാതെ, അള്ളാഹുവിനെ തന്നെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാന്തപുരം മൂല്യാരെ ഉയർത്തുകയാണ്. അള്ളാഹിനെ പറ്റി ഇത് പറയുന്ന ആള് നബിയെ പറ്റി എന്തായിരിക്കും പറയാ? നബിയൊക്കെ കാന്തപുരത്തിന് ഒരു ഒന്നുമല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമല്ല. ഞാൻ പറഞ്ഞ ഡയറക്റ്റ് പോവാണ്, ഫ്രീ പാസ്സാണ്, വെറുതെ ചാടിക്കയറാണ് അങ്ങോട്ട്. നേരെ ഡയറക്റ്റ് ഒറ്റ ചാട്ടാണ്, വേറൊന്നുമില്ല. ഇടയ്ക്കൊരു തടയില്ല നരകത്തിലേക്ക്. എന്താ പറയുന്നത്? ഇവിടെ മലപ്പുറം ജില്ലയിലെ കുണ്ടൂര് എന്ന ആൾ, ഒരു ഉടുപ്പില്ലാത്ത ഒരു മൂല്യരുണ്ടായിരുന്നു, മൂപ്പര് ഉടുപ്പില്ലാത്ത സ്റ്റേജ് വരെയൊക്കെ കണ്ടിട്ടുള്ളത്. ആ കുണ്ടൂർ ഉസ്താദ് അയാള് ഇടക്ക് മദീനത്ത് ചെല്ലും, റസൂലുള്ളാഹിന്റെ ഖബറിനടുക്കൽ ചെല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുക്കൽ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ ഒരിക്കൽ കൊണ്ടുവരും പറഞ്ഞു, ഇനി ഞാൻ വരില്ല, ഞാൻ അപ്പുറത്തുള്ള പച്ചക്കുമ്പോടെ മുകളിൽ നോക്കിക്കും. അങ്ങനെ മുപ്പറ സ്വഭാവം ഉണ്ടെന്ന് വേറെ പറയണ്ട, ആയിക്കോട്ടെ. അപ്പോ അടുത്ത പ്രാവശ്യം ഞാൻ വന്നാൽ ഇങ്ങോട്ട് വരില്ല, അഥവാ നബിയുടെ ഖബറിനടുക്കലേക്ക് വരില്ല, മാറി നിൽക്കുന്നു, തിരക്കായത് കൊണ്ട് പറഞ്ഞു പോകുന്ന ആളാണ്. പിറ്റേ കൊല്ലം അവിടെ ചെന്നു. എന്നിട്ട് അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ പോയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുക്കലേക്ക് പോയില്ല, മാറി നിൽക്കാണ്, ദൂരേക്ക് മാറി നിന്നു. അങ്ങനെ ഭയങ്കര തിരക്ക്. അങ്ങനെ കൊണ്ടൂര് മാറി നിൽക്കുമ്പോ അതാ വരുന്നു ഒരാൾ. ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരക്കിനുടെ ഇടയിലൂടെ വന്നിട്ട്, കൊണ്ടൂരവിടെ ഇരിക്കാണല്ലോ, കൊണ്ടൂരടുക്ക് വന്നിട്ട് കുണ്ടൂർ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുണ്ടൂരെ വിളിക്കാണ്. കുണ്ടൂർ വാ വാ എന്ന് വിളിക്കാണ്. കുണ്ടൂർ നിന്നോനോ, ഞാൻ വരുന്ന പ്രശ്നമില്ല, കാര്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു. എന്ത്? ഞാൻ വരില്ല എന്ന് പറഞ്ഞ തിരക്കാട് ഭയങ്കര തിരക്കാണ്, എനിക്ക് ഇടികൊള്ളാൻ പറ്റില്ല, ഞാൻ ഇടികൊണ്ട് ഞാൻ നിങ്ങളെ കാണുന്നില്ല, അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ കാണാൻ വരില്ല എന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറയാണ്, കൊണ്ടൂരെ നിനക്ക് എന്നെ കണ്ടില്ലേലും വേണ്ടില്ല, എന്നെ കണ്ടില്ലേലും വേണ്ടില്ല, നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കൊണ്ടൊരു ചിന്തിക്കുക, സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ ആളാണ് നിൽക്കണത്. കാരണം അഷ്റഫുൽ ഖൽഖാണല്ലോ, ഇതിനെക്കാളും വലിയ ആളില്ല. അപ്പൊ ഇയാൾ ഇവിടെ നിൽക്കുമ്പോ അവിടെ ഇരിക്കുന്ന ആളാരായിരിക്കും എന്ന് പേടിച്ചിട്ട്, എന്ന് സംശയിച്ചിട്ട് അതെ കൊണ്ടൂര് പോവുകയാണ്, കൊണ്ടൂര് ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോ അവിടെ ഇരിക്കുന്നത് ആരാണ്? ഹുനാക ശൈഖ് അബൂബക്കർ. ആരായിരിക്കണത്? അബൂബക്കർ മൂല്യരാണ്. അബൂബക്കർ മൂല്യർ അവിടെ കസേരയിട്ട് ഇരിക്കുകയാണ്. എന്താ മൗലവി ബോധക്കേട് പറയുന്നത് എന്നായിരിക്കും ചിലപ്പോ ചില ചിന്തിക്കും. ഞാൻ ബോധക്കേട് പറയല്ല, ബോധം കെട്ടൊരു മൂല്യര് പറഞ്ഞതാ, കേട്ടോളൂ ഈ വിവരം. ഉസ്താദ് ഒരു ആഴ്ചക്കായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല, റൗദയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീന്. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ ദൗലയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂലാർന്നല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ല സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്, എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ, അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിലൂടെ അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ സാഹിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞു, ഹുനാക ശൈഖ് അബൂബക്കർ,
അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. കണ്ടോ, അള്ളാഹുവിന്റെ റസൂല് നിൽക്കുന്നുണ്ട്, കാന്തപുരം മുല്ലേര് ഇരിക്കുന്നുണ്ട്. മനസ്സിലായോ? നല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ മര്യാദ കിടക്കണം. അള്ളാഹുവിന്റെ റസൂല് നിൽക്കുമ്പോ കാന്തപുരം മുസ്ലിയാർ കസേരയിട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് വിളിക്കാൻ പോയിരിക്കുന്നു, ആരെ കൊണ്ടൂരെ വിളിക്കാൻ പോയിരിക്കുന്നു, കാന്തപുരം അവിടെ ഇരിക്കുകയാണ്. എന്താ വിചാരിച്ച് കാന്തപുരം മുല്ലായിരിക്കുമ്പോ മുത്തല്ലിമിങ്ങൾ ചായ മേടിക്കാൻ പോണ പോലെ അള്ളാഹുവിന്റെ റസൂല് കാന്തപുരത്ത് ഇരുത്തിയിട്ട് വിളിക്കാൻ പോയിരിക്കുകയാണ്. ആരെ? കുണ്ടൂരിനെ. ആരായി കുണ്ടൂര്? ആരാണ് ഈ കാന്തപുരം? ആരാണ് ഈ ചണ്ടി? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ആളാകാൻ മാത്രം വലിയ ചണ്ടി ആര്? നിങ്ങൾ ചിന്തിക്കണം. എത്ര അപകടകരമായ വാദമാണ്, എത്ര അപകടകരമാണ്. ഒരു മുസ്ലിമിന് മുസ്ലിമായി നിന്നുകൊണ്ട്, വിശ്വാസിയായി നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന വാക്കാണോ? ഒരു മുസ്ലിമിന് മുസ്ലിമായി നിന്നുകൊണ്ട് ഉയർത്തിവെക്കാൻ പറ്റുന്ന ആശയമാണോ? എത്ര അപകടകരമായ വാദമാണ് മുസ്ലിം ഉമ്മത്ത് കേൾക്കേണ്ടി വരുന്നത്. ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിച്ച ഒരുപാട് ആളുകൾ കടന്നുപോയിട്ടുണ്ട്. CV ചെറിയാൻ കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ ഒരുപാട് ഓറിയന്റലിസ്റ്റുകൾ കഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ ആരോപണം പറഞ്ഞ ആരാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ആക്ഷേപിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തുന്ന ആളുകൾ. ആർക്കു വേണ്ടി? ഒരു മുസ്ലിയാര്. ആ മുസ്ലിയാരാണ് ഇവരെക്കാളൊക്കെ വലുതെന്ന് ഞാൻ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ, മുസ്ലിം ഉമ്മത്ത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഉമ്മത്തിന് അത് സ്വീകാര്യമല്ല. ഒരിക്കലും മുസ്ലിം ഉമ്മത്ത് അത് സ്വീകരിക്കുകയില്ല. ഈ രൂപത്തിൽ ഈ സമൂഹം വെച്ചു പുലർത്തുന്ന വിശ്വാസം, മുസ്ലിം ഉമ്മത്ത് കൊണ്ടു നടക്കുന്ന വിശ്വാസം, ആ വിശ്വാസങ്ങളെ തന്നെയും പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന അഹ്സനിമാരും രംഗത്ത് വരുന്ന സക്കാഫിമാരും കേരളത്തിന്റെ മുക്കുമൂലകളിൽ അരങ്ങു തകർക്കുകയാണ്. ഇത് പകരയിലുള്ളൊരു മുസ്ലിയാരായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പകരയിൽ പോയിട്ട് തന്നെ നല്ലൊരു പ്രസംഗം, ഇയാളുടെ ക്ലിപ്പുകൾ മാത്രം ഉണ്ട് കണ്ടമാനം. ഇയാൾ ഉണർവിൽ കണ്ട പോലായത്. ഇയാൾ ഉറങ്ങിയാൽ പിന്നെ പറയും വേണ്ട, ഇയാൾ ഉറങ്ങിയാൽ പിന്നെ പറയണ്ടാന്നാ. അതുകൊണ്ട് ഇപ്പോ ഇയാൾ ഉറങ്ങുന്ന ആൾക്കാർക്ക് പേടിയാണ്. മൂപ്പര് ഉറങ്ങി അപ്പൊ സ്വപ്നം കാണും. അപ്പൊ മാക്സിമം ഉറങ്ങാതിരിക്കാൻ വേണ്ടി വടിയും അതുപോലെ സ്പ്രേയറൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇയാൾ ഉറങ്ങിയിട്ടുണ്ട്, അപ്പൊ വിളിക്കും മൂപ്പരെ, അല്ലെങ്കിൽ കുത്തു, അല്ലെങ്കിൽ സ്പ്രേ അടിക്കും. ഹരിച്ച് ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയാൽ ഇയാൾ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടാലോ ഒരു മനുഷ്യർ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്വപ്നങ്ങളാണ് ഇയാൾ കാണുന്നത്. പലതും ഈ പറയുന്ന രൂപത്തിൽ കാന്തപുരം മുസ്ലിം അങ്ങോട്ട് പോയി, അള്ളാഹിനെക്കാളും വലിയ ആളായി, നബിയെക്കാളും വലിയ ആളായി. അതുപോലെ തന്നെ നബിക്ക് മുമ്പിലിരുന്നിട്ട് നബിയെ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ആളായി. അങ്ങനെ പലതരത്തിലുള്ള സ്വപ്നം. ഇയാളുടെ സ്വപ്നം കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ഒരു സക്കാഫി പ്രസംഗിച്ചത് കേട്ടോളൂ. AP ഉസ്താദിന്റെ വിഷയത്തിൽ സ്വപ്നം കണ്ട ചില സംഭവങ്ങൾ ഒരു അഹ്സരി പറഞ്ഞ CD-യുടെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടാണ് ഇവരവിടെ കുറെ വേണ്ടാത്തത് പറഞ്ഞത്. ഞാൻ പറയാ, AP ഉസ്താദ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ന് പറഞ്ഞോ? AP ഉസ്താദ് പറയിച്ചതാണോ? AP ഉസ്താദ് പറഞ്ഞോ? ആരോ ഒരാള് എവിടെയോ സ്വപ്നം കണ്ടിരുന്നു, എവിടുന്നോ പറഞ്ഞതിന് AP ഉസ്താദ് ഉത്തരവാദിയാവോ? ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ രണ്ടും കൂടിയിട്ടാ കണ്ടോ? ഇല്ല എന്ന് പറയാൻ മൂപ്പർക്കും പറ്റുന്നില്ല. ഇയാളും പറയണ ഉണ്ടായാലും ഇല്ലെങ്കിലും എന്നാ. എന്തേ പറ്റാത്തത്? ഇങ്ങനൊന്നുമില്ല എന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? കാന്തപുരം പറഞ്ഞു എന്നാ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് കാന്തപുരം പറഞ്ഞു എന്നാ മറു ചോദ്യം. അല്ലാതെ ഇയാൾ പറഞ്ഞു. ഇയാൾ മുഴുവൻ പ്രസംഗിച്ച് നടന്നിട്ട്, നാട് നീളെ പ്രസംഗിച്ച് നടന്നിട്ട് ഞാൻ ഇങ്ങനൊന്നും അല്ല എന്ന് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞോ? കാന്തപുരം മുസ്ലിയാർ പ്രസ്താവന ഇറക്കണ്ടേ? ഓ സഹോദരങ്ങളെ, ഒരു തലക്ക് സ്ഥിരതയില്ലാത്തൊരു മുസ്ലിയാര് എന്നെ കുറിച്ച് ഞാൻ അള്ളാഹിനെക്കാളും വലിയ ആളാണ്, അള്ള എന്ത് ചെയ്യണമെങ്കിലും ഞാൻ അറിയണമെന്നും, അതുപോലെ അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിൽ ഞാൻ കസേരയിട്ട് കുത്തിയിരുന്നെന്നും, എന്നെ കാണിക്കാൻ വേണ്ടി അള്ളാഹിന്റെ റസൂല് ഖബറിൽ നിന്ന് പുറത്തിറങ്ങി പോയി എന്നൊക്കെ പ്രസംഗിച്ചടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നുമുള്ള ആളല്ല കേട്ടോ. ഞാൻ അത്രയും വലിയ ആളൊന്നുമല്ല. ഞാൻ അള്ളാഹുവിനേക്കാൾ വലിയ ആളൊന്നുമല്ല. അള്ള ചെയ്യുന്നത് ഞാൻ അറിഞ്ഞോണമെന്നില്ല. അള്ളാഹുന്റെ റസൂലിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഇരിക്കാൻ യോഗ്യത പിന്നെയല്ലേ ഉണ്ടാകുന്നത്, നിൽക്കാനുള്ള യോഗ്യത തന്നെ ഇല്ല. ഇനി അള്ളാഹുന്റെ റസൂൽ കണ്ടാൽ തന്നെ അങ്ങനെ നിർത്തുകയും ഇല്ല എന്ന് മാത്രമല്ല, അതിനുള്ള യോഗ്യതയും ഒന്നുമില്ലാത്ത ഞാനൊരു പാവപ്പെട്ട മുടിക്കച്ചവടക്കാരൻ മാത്രമാണ് എന്ന് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞിട്ടില്ല. അയാൾ ഇതിനെ എതിർത്തിട്ടില്ല. അയാൾ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല.
അപ്പോഴാ മൂപ്പര് ചോദിക്കണത് ഇതാണെന്ന് പറഞ്ഞോ, അല്ലാതെ മൂപ്പര് ഇതുവരെ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അല്ലാന്നും പറഞ്ഞിട്ടില്ലേ? ഇനി അത് മാത്രമല്ല മാന്യ സഹോദരങ്ങളെ, അത് മാത്രമല്ല, ഇത് ബോധപൂർവമാണ്. ഇയാൾ തന്നെ ഇപ്പൊ പ്രസംഗിച്ച മുസ്ലിയാർ തന്നെ എന്താ പറഞ്ഞത്? ഉണ്ടായാലും ഇല്ലെങ്കിലും അതിന് കാരണമുണ്ട്. ഇത് കുറെ കാലമായിട്ട് ഉണ്ടാക്കി നടക്കുന്നുണ്ട്, ഇല്ലാത്തതുണ്ടാക്കി നടക്കുന്നുണ്ട്. അതിപ്പോഴാണ് ഈ രൂപത്തിൽ സ്വപ്ന കഥകളായി മറ്റു വാർത്തകളായി വരുന്നത്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, മുമ്പേ ഉണ്ട്. ഒരു സക്കാഫി തന്നെ പറഞ്ഞത് കേട്ടോളൂ. ആ പഴമയും തനിമയും നിലനിർത്തി അള്ളാഹുവിന്റെ ദീനുമായി മുന്നോട്ട് പോകുമ്പോ ഈ രൂപത്തിൽ പത്രക്കാർ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറില്ലല്ലോ. കണ്ടോ? ഈ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഫോട്ടോ ഏതാ? ഇത് കാണുമ്പോ കുട്ടികൾ മനസ്സിലാക്കി സുബ്ഹാനല്ലാഹ്, നാളെ അബ്ദുൽ ഖാസിർ ഇയാളെ കൈകൊണ്ട കിട്ടാണ് ഇവരെ വിചാരം. കാരണം എന്താ? ബിൽ ക്ലിന്റനെ പോലത്തെ, ജോർജ് ഡബ്ല്യു ബുഷിനെ പോലത്തെ ലോക രാഷ്ട്രനായകന്മാരെ മുന്നിലേക്ക് വരുന്നത് പോലെ ഈ കാണുന്ന ചാനലുടെ മൈക്കുകൾ മുഴുവൻ കണ്ടപ്പോ ഇതുപോലത്തെ വലിയൊരു വാർത്താ മാധ്യമ സമ്മേളനം നടത്താൻ ഇയാളല്ലാതെ വേറൊരാൾക്ക് ഒരു മുസ്ലിം പണ്ഡിതന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേൾഡ് മുസ്ലിമികളുടെ നേതാവ് ഇയാളാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം എവിടെ നടന്നു? നിങ്ങൾ തെളിയിക്കോ? ഇത് ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടാണിത്, ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടോ. അതിനെപ്പോ കാണിച്ചതാ, ധൈര്യമുള്ളവർക്ക് ഇങ്ങോട്ട് കയറി ഒന്നുള്ളി. ഇത് ഒപ്പിച്ചതാണ്. ഈ ബുക്ക് അള്ളാഹു തആല കുരുത്തക്കേടാണ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഈ ഫോട്ടോ ഒപ്പിച്ചതാണ് എന്ന് ഇതേ ബുക്കിൽ നിന്ന് മനസ്സിലാവും. ഇനി അതൊരു പത്രത്തിന്റെ കവറിന് വേണ്ടി വെറുതെ എന്തെങ്കിലും എഴുതിയതാണ്, അത് ചിത്രത്തിന്റെ രസത്തിന് വേണ്ടി കൊടുത്തതെന്നൊന്നും പറയണ്ട. എന്താ ഉള്ളത്? ഉള്ളിലുള്ളത് ഞാൻ വായിച്ചതാ, അതിനുള്ളിൽ തന്നെ ഉണ്ട് സംഭവം. മനുഷ്യ മനസ്സുകളെ കോർത്തു പിന്നെ ഇണക്കാൻ വേണ്ടി യാത്ര ഉണ്ടാക്കിയത് കേരള യാത്ര. ആ കേരള യാത്രയിലെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഈ ഫോട്ടോയിൽ അടിക്കുറിപ്പ് ഞാൻ വായിച്ചുതരാം. യാത്രക്കിടയിൽ ഒരു മാധ്യമ സമ്മേളനവും. വിദേശ ചാനലുകളാണല്ലോ ഈ കാണുന്നത്. ഈ വിദേശ ചാനലുകൾക്ക് മുമ്പിൽ ഇയാളിങ്ങനെ സംസാരിക്കുന്നതായൊരു ഫോട്ടോ ഇവര് പ്രസിദ്ധീകരിക്കുകയും ഇത് വാർത്താ മാധ്യമ സമ്മേളനമാണ് എന്ന അടിക്കുറിപ്പ് കൊടുക്കുകയും കളവാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേജിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഏതാണ് ആ ഫോട്ടോ? ഇയാളിങ്ങനെ എഴുതുന്ന ഫോട്ടോ. ഇയാൾ എഴുതുന്നൊരു ഫോട്ടോ കണ്ടോ? ഇതിന്റെ അടിയിൽ കുറിച്ചതറിയോ? പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ യാത്രയിലെ വിശ്രമത്തിനിടയിൽ ഒരു നിമിഷം. ഇപ്പൊ ശേഖരൻ ഇങ്ങനെ എഴുതുകയാണ് ഇവിടെ. ഈ എഴുതുന്ന ഫോട്ടോ, ഈ ഫോട്ടോ ശരിക്കും സൂക്ഷിച്ചോ. ഇതേ ഫോട്ടോ എടുത്തിട്ട് ഇതാ കൊണ്ടുവന്ന് മൈക്കിന് മേലെ വെച്ചു. അതേ ഫോട്ടോ, രണ്ട് ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം. താടിക്ക് കുഴപ്പമില്ല, മുടിക്ക് കുഴപ്പമില്ല, തലയെക്കെട്ടിന് കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒന്നിനും കുഴപ്പമില്ല. അതേ കോലത്തിൽ കൊണ്ടുവന്ന് രണ്ടും ഒന്നിച്ചു വെച്ച് നോക്കിക്കോ. രണ്ടും ഒന്നിച്ചു വെച്ചിട്ട് ഇതേ ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് മൈക്കിന് മുമ്പിൽ കൊണ്ടുവന്ന് ഒപ്പിച്ചിട്ട് കൊടുത്തു. ഇതാരെ പറ്റിക്കാനാണ്? സമസ്തക്ക് മഹത്വങ്ങൾ ഒന്നും പറയാനില്ലെങ്കിലും ഈ ജാതി തട്ടിപ്പുകൾ ഇന്ന് വരെ സമസ്തയുടെ ഒരൊറ്റ ഉലമാക്കൾ നടത്തിയിട്ടില്ല. കണ്ടോ? ആരും നടത്തൂല്ല. ഈ ജാതി തട്ടിപ്പ് ആരെങ്കിലും നടത്തോ? എടാ ഫോട്ടോഷോപ്പ് വിചാരിച്ചിട്ട് ഈ ജാതി തോന്നിയാസൊക്കെ എഴുതി നോക്കല്. ബുഷിന്റെ മുന്നിലൊക്കെ ഇരിക്കണം, മൈക്ക് കൊണ്ടുവന്നിട്ട് എന്തെടുക്കുക, മൂപ്പറ മുന്നിൽ വെക്കുക. എന്നിട്ട് ഞാൻ വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് പറഞ്ഞാൽ ഈ പണ്ട് ഈ കുട്ടികള് കഞ്ഞി ചോറും വെച്ച് കളിക്കാറുണ്ട്. കുട്ടികള്, ഞാൻ ബാപ്പ നീ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികള് ഇതുപോലെ മൂപ്പര് ബുഷ് മറ്റേ ക്ലിന്റൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുക. അതിങ്ങനെ പത്രത്തിൽ അടിച്ചു വിടുക, ഇങ്ങനെ ഫോട്ടോ വെച്ച് വിടുക. ഇതിങ്ങനെ കൃത്യമായി പുറത്തു വന്നപ്പോ നമ്മളിത് ക്ലിപ്പിട്ട് കാണിച്ചു കൊടുത്തു. ഇത് ശരിയല്ലല്ലോ മുസ്ലിയാരെ, ഇത് മൂലാക്കന്മാർക്ക് പറ്റിയതല്ലല്ലോ. അപ്പൊ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മൂലാരുണ്ടല്ലോ. ആ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മൂലാര് മറുപടി പറയണം. അതാണ് രസം. കേട്ടോളൂ. മൗലവി ഇങ്ങനെ കാന്തപുരം വളരെ മോശാന്ന് വെച്ച് തീർക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുക CD. എന്താ CD കാണിച്ചത്? കാന്തപുരം ഉസ്താദ് പുറത്താക്കിയ ഒരു ചങ്ങാതി. ആ ചങ്ങാതി പറയണത് കാന്തപുരത്തിന്റെ മുന്നിൽ കുറെ മൈക്കിങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാന്തപുരം ജോർജ് ബുഷിനെ പോലെ, കോഫി അന്നാനെ പോലെ ആഗോള പ്രശസ്തനാണ് വരുത്തി തീർക്കാൻ വേണ്ടി അനുയായികൾ വെറുതെങ്ങനെ മൈക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ്. എന്നാ ഞാനൊന്ന് പറയട്ടെ, ഈ പറഞ്ഞ ചങ്ങാതിയിലൊക്കും തോന്നിയില്ലല്ലോ ഇയാൾ ഉമ്മൻചാണ്ടിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി, അല്ലെ മറ്റേ മന്ത്രിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി എന്ന് പറയാൻ തോന്നിയില്ലല്ലോ. കാരണം എന്താ? പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അള്ള കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം
അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടും കൂടി അള്ള അറിയിക്കാൻ. അതാണ് ഓരോരുത്തരുടെ മഹത്വം. എങ്ങനെയുണ്ട് മഹത്വം? എങ്ങനെയുണ്ട് മഹത്വം? കാരണം ജോർജ് ബുഷിനോടൊപ്പം കൂട്ടിപ്പറയാൻ പറ്റുന്നൊരു മുല്ലാരുണ്ടെങ്കിൽ അത് കാന്തപുരം മുല്ലാരേ ഉള്ളൂ, വേറെ മുല്ലാരും ഇല്ല. ഇയാൾക്ക് ഈ ജോർജ് ബുഷ് എന്ന് പറഞ്ഞ ആരാന്ന് മനസ്സിലായില്ല. കുത്തുബുലൊക്കെ താവാതെ മൂപ്പർ വിശ്വസിച്ചത്. മൂപ്പർക്ക് മനസ്സിലായില്ല ഇവർ റാത്തീബിന്റെ രംഗം. അപ്പൊ റാത്തീബിന്റെ രംഗം നോക്കുമ്പോ അതിന് കാണാം എന്ത്, യാ ശൈഖ് ഹളിറു ഹളിറു, യാ ശൈഖ് ഹളിറു ഹളിറു പറഞ്ഞിട്ട് ഔലിയ കുല്ലുൻ ഹാളിറു, അംബിയ കുല്ലുൻ ഹാളിറു, യാ ജിബ്രീലു ഹാളിറു, യാ മീകായിൽ ഹാളിറു, യാ അസ്റായിൽ ഹാളിറു. ഇയാൾക്ക് മനസ്സിലായില്ല ഈ അസ്റായിൽ ആരാത്. എല്ലാരും ഹാജരാകാൻ പറഞ്ഞ കൂട്ടത്തിൽ മൂപ്പര് ജിബ്രീലിനെ വിളിച്ചു, മീകായിലെ വിളിച്ചു, കൂട്ടത്തിൽ അസ്റായിലെ വിളിച്ചു. ഈ അസ്റായിൽ ആരാന്ന് മൂപ്പർക്ക് മനസ്സിലായില്ല. ഇതുപോലെ ജോർജ് ബുഷ് ആരാണെന്നുള്ളത് ഈ സാധനം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് പറയണെന്ത്, അതെ പറയുമ്പോ ബുഷിനോടൊപ്പം കൂട്ടി പറയാൻ പറ്റുന്ന ഒരു മുസ്ലിയാരുണ്ടെങ്കിൽ അത് കാന്തപുരം മുസ്ലിയാരേ ഉള്ളൂ എന്നാ. മാന്യ സഹോദരങ്ങൾ, ഇത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അത് ഏതോ ഒരാൾ കാണിച്ച് കുരുത്തക്കേടാണ്, ഞങ്ങൾ ഉത്തരവാദി അല്ലാന്നല്ലേ പറയേണ്ടത്. അങ്ങനൊന്നും പണ്ഡിതന്മാർ കാണിക്കാൻ പാടില്ല, തോന്നിവാസം കാണിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പ്രസംഗിക്കേണ്ടത്. അതിനെ ന്യായീകരിക്കണം. അതാ ഇത് മനഃപൂർവ്വമാണ്. അല്ലാതെ ഒരു മൂജാർക്ക് വട്ടളയിൽ പോകുന്നത്, അങ്ങനെ നാടുകളെ പറഞ്ഞു നടക്കുന്നവരും SOS-കാർ SSF-കാർ മൈക്കെട്ടി കൊടുക്കുന്നത് അങ്ങനല്ലേ. ഇത് ബോധപൂർവ്വമാണ്. ഇത് ഒന്നല്ല, ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. വേറൊന്നും കൂടി കണ്ടോളൂ, ഒരു മുസ്ലിയാർ പറയട്ടെ. ഇയാൾ അബുദാബിയിൽ ഒരു പ്രസംഗം നടത്തി. അബുദാബിയിൽ പ്രസംഗിച്ചിട്ട് അബുദാബിയിലെ ആ പ്രസംഗത്തിന്റെ ഫോട്ടോ ഖലീജ് ടൈംസിൽ വന്നു. ഖലീജ് ടൈംസ് എന്താ ഖലീജ് ടൈംസിൽ വന്ന ഫോട്ടോ? ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ്, അമീനുൽ മസാജിദ് ജമിയത്തുൽ ഉലമ അൽ ഹിന്ദ് കേരള, അഡ്രസ്സിംഗ് ദ ജുമാ അൽ വിദ. അതായത് ഇതിൽ തന്നെ പറയുന്നു റമദാൻസ് ലാസ്റ്റ് ഫ്രൈഡേ അറ്റ് അബുദാബി ഗ്രാൻഡ് മോസ്ക്. അബുദാബി ഗ്രാൻഡ് മോസ്കിൽ മൂപ്പര് പ്രസംഗിക്കുന്ന ഫോട്ടോ, മനോഹരമായ ഫോട്ടോ. എന്താ പറഞ്ഞത്? ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് അമീനുൽ മസാജിദ്. അമീനുൽ മസാജിദ് എന്ന് പറഞ്ഞ പള്ളികളുടെ ജനറൽ സെക്രട്ടറി, പള്ളികളുടെ സെക്രട്ടറി, എല്ലാ പള്ളിനും സെക്രട്ടറിയാ മൂപ്പര് കേരളത്തിലെ. അപ്പൊ പൈസ നല്ലോണം വരുമല്ലോ, എല്ലാ പള്ളിക്കും വീതിച്ചു കൊടുത്താൽ മതിയല്ലോ. ഇത് തെറ്റല്ലേ എന്ന് നമ്മൾ ചോദിച്ചു. അപ്പൊ ഇവർ പ്രസംഗിച്ചത് എന്താ? പ്രസംഗിക്കുക മാത്രമല്ല, എഴുതും കൂടി ചെയ്തു. എന്താ എഴുതിയത്? എഴുതിയും കൂടി വായിക്കണം. ഈ പുസ്തകമുണ്ട്, ഇത് സുന്നീവന സംഘത്തിന്റെ ആധികാരിക പുസ്തകം. ഇത് എഴുതിയ ആളെ പേര് ഇബ്നു ഉഹൈമിദ് അൽഫുൽ കുനി എന്നാണ്. ബേജാറാകണ്ട, ഇബ്നു ഉഹൈമിദ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാമീന്റെ മകൻ എന്നാ അതിന്റെ വായന. അതങ്ങനെ പേരെഴുതുമ്പോൾ ബേജാറാവുന്ന കരുതി അങ്ങനെ ഒരു പേരുണ്ടാക്കിയതാ. ഇതിന്റെ 39-ാം പേജിൽ പറയുന്നു എന്താണ് അമീനുൽ മസാജിദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ 39-ാം പേജിൽ വിശദമായി ഇവർ പറഞ്ഞ കാര്യം വളരെ ലളിതമായി ഞാൻ വായിക്കാം. അമീനുൽ മസാജിദ് എന്ന് പറഞ്ഞത് ഇതിന്റെ പശ്ചാത്തലം വിശദീകരിക്കുക. അബുദാബിയിലെ വലിയ പള്ളി, റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച അവിടെ പ്രസംഗം ഉണ്ടാവാറുണ്ട്. ഇദ്ദേഹം പ്രസംഗിച്ചു, പത്രപ്രതിനിധികൾ വന്നു. ഒരു പത്രക്കാരൻ ചോദിച്ചു അത് ആരാണ്. അപ്പോൾ ബാക്കി ഷെയ്ഖ് അബൂബക്കർ അമീനുൽ മുസാഇദ് ലി ജമിയത്തുൽ ഉലമ ലി ഉമൂമി കേരള, കേരളത്തിലെ സംഘടനയുടെ അമീനുൽ മുസാഇദ് ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു കൊടുത്തു. അമീനുൽ മുസാഇദ് അറബി വാക്യം, അമീനുൽ മസാജിദ് ജമിയത്തുൽ ഉലമ ഹിന്ദ് എന്ന് പത്രക്കാരൻ. അറബി കൂട്ടെഴുത്തിൽ ഐന് എന്ന അക്ഷരം ജീമായി മാറാൻ ഒരു പുള്ളി ചുവട്ടിൽ വീണാൽ മതിയല്ലോ. അമീനുൽ മുസാഇദ് സെക്രട്ടറി, അത് അമീനുൽ മസാജിദ് കൂട്ടി എഴുതിയപ്പോ ഐനിന്റെ താഴത്തിൽ പുള്ളി വീണ് മസാജിദ് ആയതാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, കൂട്ടരെ ഖലീജ് ടൈംസ് ഇംഗ്ലീഷാണ്, ഇതിൽ ഐനും ജീമും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ മിണ്ടിയിട്ടില്ല. പിന്നെ പൂരത്തെറിയ, ഇതിൽ ഐനുമില്ല ജീമുമില്ല. അപ്പൊ പിരിവ് കിട്ടാൻ ലോക പള്ളിയുടെ സെക്രട്ടറി ആവും, കടല് കാരന്തൂരിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ്. കണ്ടോ? അപ്പൊ ഈ ജാതി തട്ടിപ്പ് ഒന്നല്ല, ഇത് ഒരുപാടുണ്ട്. ഒരു ശൃംഖല ഉണ്ട്. ഇപ്പൊ ആള് തന്നെ ഈ രൂപത്തിലെ തട്ടിപ്പുകളായി പോണോണ്ട് ഞാൻ നിർത്താം. അപ്പൊ ഈ രൂപത്തിൽ എന്തിനും തട്ടിപ്പ്. അവസാനം വിശ്വാസികളുടെ ഈമാൻ വെച്ചുകൊണ്ടുള്ള തട്ടിപ്പ്. അതും കഴിഞ്ഞ് എന്തെല്ലാം കൊണ്ടുവന്ന് വിൽക്കാവോ അതൊക്കെ വിറ്റു. എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാവോ ആ ജാതി പൈസ ഉണ്ടാക്കി. അവസാനം വന്നതെന്താ? മുടിയാണ്. എന്ത് ജാതി തട്ടിപ്പാകൾ ആലോചിച്ച് നോക്കണേ. അവസാനം ഒരു മുടി, ഒന്നില്ല. എവിടുന്ന മുടി അറിയില്ല, ആരുടെ മുടി അതും അറിയില്ല. ആകെ അറിയത് വെള്ളത്തിൽ ഇട്ടാല് വെള്ളത്തിൽ പവർ ഉണ്ടാവും, അതേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. ഇത് എവിടുന്ന മുടി അതറിയില്ല. അത് എവിടുന്ന് ആര് തന്നു, അത് ഇന്നാൾ തന്നാണ്, അയാൾക്ക് എവിടെ കിട്ടി അതറിയില്ല. ഈ രൂപത്തിൽ ഒന്നും അറിയില്ല. ആകെ അറിയുന്നത് വെള്ളത്തിലിട്ടാം കുടിക്കാം എന്നാണ്. അതുകൊണ്ട് രോഗം മാറുന്ന. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എറണാകുളത്തെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കാന്തപുരം മുസ്ലിയാർ ഇരിക്കുന്നുണ്ട്.
അപ്പോ നമ്മൾ ആളെ വിട്ടിട്ട് അന്വേഷിച്ചു. എത്ര ദിവസമായി? 3 ദിവസമായി മൂപ്പരോട് വന്നിട്ട് ചെറിയൊരു ഓപ്പറേഷന് വേണ്ടി വന്നതാ. എന്റെ മുടി ഏക്കിടില്ലേ? അല്ല, മുടി ഏക്കിടില്ലേ? ഇല്ലെങ്കിൽ വന്നില്ല എന്ന് പറയൂ. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല എന്ന് പറയൂ. എന്റെ മുടി കാന്തപുരത്തിന് മുടി ജ്യൂസ് ഏക്കിടില്ലേ? അത് സാധാരണക്കാരന്. അങ്ങനെയാണല്ലോ, അത് സാധാരണക്കാരന്. ഇതങ്ങനല്ല. ഈ മുടി ഇട്ട വെള്ളവും അല്ല, മുടി തന്നെ കയ്യിലുണ്ടായിട്ട് മൂപ്പര് വന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ മുന്നിൽ ക്യൂലിരിക്കുക. അവിടെ ഇരിക്കുകയാണ് 3 ദിവസം. ഇല്ലേ? മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ തട്ടിപ്പ്. എന്നിട്ട് ആ മുടിയുടെ നീളൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ നീണ്ട മുടി. ആ മുടി വിശ്വസിപ്പിക്കാൻ എന്തൊക്കെ കളവുകൾ! ആ മുടി സമൂഹത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ എന്തൊക്കെ കളവുകള്! നമ്മുടെ മുസ്ലിയാരുണ്ടല്ലോ, ആ മുസ്ലിയാർ പ്രസംഗിച്ചത് കേട്ടോളൂ. പകല മുസ്ലിയാർ പറയുന്നു, അദ്ദേഹം പറയുന്നു, എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ അദ്ദേഹം പറയുന്നു, ഷഹർ മുബാറക്ക് ചിലപ്പോൾ 1.7, 2.8 സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും. അത് ഞാൻ അനുഭവിച്ചതാണ്, എന്റെ വീട്ടിലുള്ളത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. ഒരു കൊല്ലത്തിൽ നീളുന്ന അടക്കമാണ് ഇയാൾ പറഞ്ഞത്. കണക്കടക്കം 1.7, 2.8 കൃത്യമായി ഇയാൾ അളന്നു നോക്കി പറയണ പോലെയാണ്. അത്രയും നീളുണ്ട് എന്നാ നമ്മൾ പറഞ്ഞ കളവാണ്. 2.8 എന്നുള്ള തോതിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി വളർന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇവർ കൊണ്ടുവന്ന മുടി ഇങ്ങനെ വളരെയാണ്, നബിയുടെ മുടിയാണത്, വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാ. കളവാണത്. 1.7, 2.8 തോതിൽ കൊല്ലത്തിൽ വളർന്നിട്ടില്ല. അതിന് തെളിവ് വേറൊന്നല്ല, മുടി തന്നെ. കാര്യം എന്താ? 2.8 എന്നുള്ള തോതിൽ ആ മുടി വളരെയാണ് കൊല്ലത്തിലെങ്കിൽ 1400 കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ ഒത്തുനിന്ന് യാത്രയായിട്ട്. ഇപ്പൊ എത്ര നീളം പോണം അതിന്? 39.8 മീറ്റർ നീളം വേണം ആ മുടിക്ക്. ഉണ്ടോ? 1400 കൊല്ലം കൊണ്ട് ഇത്രയും നീണ്ടിട്ട് 40 മീറ്ററോളം നീളം ഉണ്ടോ അതിന്? ഇല്ല. ആകെ 70 സെന്റിമീറ്റർ, 1 മീറ്റർ അടുത്തേ ഉള്ളൂ എന്നാ ഇപ്പോഴും പറയുന്നത്. അപ്പോ ഇപ്പറഞ്ഞ് കളവാണെന്ന് മുടി തന്നെ സാക്ഷി. പിന്നെ അയാൾ പറഞ്ഞു, ആളുകൾ ചോദിച്ചു, അല്ല ഇത്രയും കെട്ടുമുടി എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഇത്രയും കെട്ട് കാര്യം വെച്ചാൽ ഈ ബോംബെക്കാരൊരു ജാലിയവാല അയാളുടെ ഗോഡോ നിറച്ച് മുടിയാണ് പറയുന്നത്. ഒരു മുടി സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്, ഗോഡോളിൽ മുടി സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. അത്രയും മുടി എവിടുന്ന് കിട്ടി? അപ്പൊ പറയാ, ഈ മുടി പ്രസവിക്കണ മുടിയാണ്, പ്രസവിച്ച് പെറ്റു പെരുകിയതാണ് ഇത്രയും മുടി. കേട്ടോളൂ ഇയാൾ പ്രസവിക്കുന്നത്. അദ്ദേഹം പറയുന്നു, എന്റെ വീട്ടിലുള്ള ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഷഹർ മുബാറക്ക് അതാ ചിലപ്പോൾ ഖജാനയിൽ സൂക്ഷിച്ച ഒരു അല്പം 1-2 ഷഹർ മുബാറക്ക്, പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3-4 ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3-4 ഞാൻ കണ്ടിട്ടുണ്ട്. 2 മുടി എടുത്തു വെക്കുക, ഡപ്പിയിലാക്കുക, മൂടി വെക്കുക, പിന്നെ തുറന്നു നോക്കുമ്പോ 3-4 ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ മറ്റേ മുടി പ്രസവിച്ചു, അങ്ങനെ 3-4 മുടിയായി. അങ്ങനെ മുടി പ്രസവിച്ച് പെറ്റുപെരുകയുണ്ടായ മക്കളാണ് ആദം ഹവ്വ ദമ്പതികൾക്ക്. ഇത്രയും കുട്ടികൾ ഉണ്ടാകാമെങ്കിൽ മുടി ഇങ്ങനെ പ്രസവിച്ച് എത്ര മുടിയായാലെന്താ? ഈ രൂപത്തിലാണ്. മാത്രമല്ല, ഈ മുടി ഡിസ്കോ മുടിയാണ്, വെറും മുടിയല്ല, ഡിസ്കോ മുടിയാണ്. കേട്ടോളൂ. അദ്ദേഹം പറയുന്നു, മൗലിദ് ഓതാൻ തുടങ്ങിയാൽ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലാൻ തുടങ്ങിയാൽ കൂടി നിൽക്കുന്ന ഈ ഷഹർ മുബാറക്ക് അത് പിരിഞ്ഞിളകുന്നതാണ്. അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടുമിരിക്കും, ജീവനുള്ള പോലെ. മൗലിദ് തുടങ്ങിയാൽ അദ്ദേഹം വെല്ലുവിളിക്കുന്നു, ഇത് കാണിച്ചു തരാമെന്ന് പറയുന്നു. സഹോദരന്മാരെ, തന്റെ വീട്ടിലുള്ള ഷഹർ മുബാറക്ക് ഫാന് കൊണ്ടല്ല തിരിയുന്നത്. അതങ്ങ് മൗലിദ് ഓതാൻ തുടങ്ങിയാൽ അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞുകൊണ്ടിരിക്കും. കൂടി നിൽക്കുന്ന മുടികൾ അടർന്നു നിൽക്കുന്നതാണ് മൗലിദും സലാത്തും ചൊല്ലിയാൽ. എത്ര അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആ ഷഹർ മുബാറക്ക് പുറത്തേക്കെടുത്താൽ അത് കാർമേഘം വന്നതിന് തണലിട്ട് കൊടുക്കും. അദ്ദേഹം പറയുന്നു, എത്ര സംഭവം! ആരോടിതൊക്കെ പറയാൻ? ആരോടും പറയണ്ട, അതാ നല്ലത്. കാരണം പറഞ്ഞതിന് എത്രയും കുടുങ്ങിയിട്ടുണ്ട്. ഇവര് പറഞ്ഞതിന് അത്രയും കുടുങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് മണിക്കൂറുകളെടുത്ത് പ്രസംഗിച്ച വിഷയങ്ങളാണ്. ഞാൻ പിന്നെ ആവർത്തിക്കുന്നില്ല. അതിനും മാത്രം പറഞ്ഞതിനും മാത്രം കുടുങ്ങിയിട്ട് പുസ്തകത്തിൽ അത് ഇപ്പൊ ഇടുന്നില്ല. അതൊക്കെ ഇപ്പൊ പറഞ്ഞാൽ മതി, ആളുകൾ കാണാൻ പിടിച്ചിട്ടുണ്ട്. അപ്പൊ മാന്യ സഹോദരൻ മനസ്സിലാക്കണം, പറഞ്ഞതിന് മാത്രം കുടുങ്ങിയിട്ടുണ്ട്. അവസാനം പ്രശ്നം ഉണ്ടാക്കി. ഇന്ത്യക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കത്തിച്ചു നോക്കാം. കാരണം വെച്ചാല് ഇവിടേക്ക് മുടി കിട്ടിയത് എവിടെ നിന്ന് അന്വേഷിച്ച് ബോംബെ അറിഞ്ഞ് ബോംബെ ചെന്നിട്ട് ഇവര് പറഞ്ഞു, ഞങ്ങൾക്കും വേണം ഒരു മുടി. അയാൾ പറഞ്ഞു, ഒന്നെന്തിനാ 7 പിടിച്ചു പോകുന്നത്. ഇങ്ങനെ 7 മുടി ഇന്ത്യക്കാർക്കും കൊടുത്ത് അവസാനം കത്തിച്ചു നോക്കാതെ
കത്തിച്ചു വെക്കാമെന്ന് പറഞ്ഞപ്പോ മറ്റേ പ്രശ്നം ഉണ്ടാക്കാതെ പറ്റൂല, കത്തിച്ചു വെക്കാൻ പറ്റൂല. കേട്ടോളൂ. അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാമെന്ന് നിങ്ങളെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ടോ? തെളിവുണ്ടോ? ഏത് കിതാബിലാ ഉള്ളത്? ഏത് കിതാബിലാ ഉള്ളത്? നബിയുടെ രോമം കത്തിക്കാമെന്ന് ഏത് കിതാബിലാ ഉള്ളത്? എന്നിട്ട് മൂപ്പര് പറയാണ് ആ നിയമം ജൂതന്മാരുടെ നിയമമാണ്, കാരണം നബിക്ക് വിഷം കൊടുത്തത് ജൂതന്മാരാണ്. എന്നിട്ട് പറഞ്ഞത് പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്, നബിയാണോ അല്ലേ. ഇതുപോലെ ഇത് തീയിലിറമെന്ന് പറഞ്ഞതും ജൂതമതഹബാണെന്ന രൂപത്തിലാണ് മൂപ്പര് പ്രസംഗിക്കുന്നത്. കേട്ടോളൂ. രണ്ടാമത്തെ പറയട്ടെ, അങ്ങനെ കത്തിച്ചാലേ ഇതൻ കത്തിപ്പോന്നാണ് ഇവരെ പണി കഴിഞ്ഞല്ലോ. ഇയാൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇനി ഉറപ്പായി വെക്കുക, എന്നാലും തിരിച്ചിട്ടാലേ ആ മോചനത്ത് കണ്ടൂടെ. അപ്പൊ തിരിച്ചിട്ട് അല്ലെങ്കിൽ കല്യാണം പോവും, എന്നാ ഈ പണി കഴിഞ്ഞല്ലോ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഇത് ഷാഫി മദ്ഹബല്ല, ഹംബലി മദ്ഹബല്ല, ഹനഫി മദ്ഹബല്ല, ഇത് മാലിക്കി മദ്ഹബല്ല, 4 മദ്ഹബുമല്ല. സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞത് എന്തുകൊണ്ട്? ബുഖാരി മറിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യഹൂദികൾ വിഷം കൊടുത്തു. വിഷം കൊടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മഅ്ജിസത്ത് കൊണ്ടത് അറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ വിചാരണ ചെയ്യുമ്പോൾ യഹൂദികൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ നബിയാണോ എന്ന് പരിശോധിച്ചു നോക്കിയതാണ്, അതിന് കുഴപ്പമില്ല. നബിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വിഷം കൊടുക്കാമെന്ന് പറഞ്ഞത് യഹൂദികളാണ്. അതുപോലെ നബിയുടെ മുടിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കരിക്കാമെന്ന് പറയുന്ന മദ്ഹബ് 4 മദ്ഹബുമല്ല, ജൂത മദ്ഹബാണ്. അത് പറഞ്ഞിട്ട് അർത്ഥം 4 മദ്ഹബുമല്ല, ജൂത മദ്ഹബാണ്. കാരണം വിഷം കൊടുത്ത ജൂതന്മാരാണല്ലോ. അവര് കത്തിക്കാമെന്ന് പറഞ്ഞത് ജൂതമദ്ഹബാണെന്നാ പറഞ്ഞത്. ഇത് പ്രസംഗിച്ച് കേട്ടല്ലോ. ഇത് ഇയാൾ കുടുങ്ങിണോ? നമ്മുടെ മറ്റേ പകരം പൂജാരി വിടലില്ല. അയാൾ പറയട്ടെ ഇത് കത്തിച്ചിട്ടുണ്ട്, നമ്മുടെ മുടി കത്തിച്ചിട്ടുണ്ട്. കണ്ടോ? കേട്ടോളൂ. അയാൾ പറയട്ടെ അത് 3, 4 ആകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിട്ട് പരിശോധിക്കും, തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടി എടുത്തിട്ട് ഞാൻ കരിച്ച് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്ന് വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ചാറ് ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ചാറിൽ നിന്നുണ്ടായ മറ്റ് ചാറുകളാണെന്ന് മനസ്സിലാക്കാം. ഏത് മദ്ഹബിലാ ഉള്ളത്? പകരക്കാരായ ഏത് മദ്ഹബിലാ ഉള്ളത്? ഏത് കിതാബിലാ ഉള്ളത്? റസൂലുള്ളാഹിന്റെ രോമം കത്തിക്കാമെന്ന് ഏത് കിതാബിലാ ഉള്ളത് എന്ന പേരോടിന്റെ ചോദ്യം അവിടെ അവശേഷിക്കാണ്. ഇയാൾ ഇവിടുന്ന് പൊട്ടിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനെല്ലായിടത്തും അവസാനം പാണക്കാട് എന്നിട്ട് അവിടെ ഒരു കുരുക്കിടാൻ നോക്കി, അവിടെയും കുടുങ്ങി. കേട്ടോളൂ. അത് പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ആൾക്കാർ ഒക്കെ ഇവരെ ആൾക്കാരപ്പോ പാണക്കാട് തങ്ങന്മാർ ഞങ്ങൾ ആൾക്കാരെന്ന് മാത്രല്ല, ഇപ്പൊ പാണക്കാടേ ഞങ്ങളെ ഷെയ്ഖുനാക്ക് നല്ല സൽക്കാരാ കിട്ടുന്നത്. നോക്ക് പറയണത്, നിങ്ങൾക്ക് തെറ്റ് പറ്റി. ഒരാഴ്ച മുമ്പ് കാന്തപുര ഉസ്താദ് പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ വന്ന് കേട്ടോ. ആ വിവരറിയും. കാന്തപുരത്ത് നല്ല സൽക്കാരമായി കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. പാണക്കാട് കല്യാണത്തിന് ഇതാണ് സൽക്കാരം. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും, എല്ലാ മതവിഭാഗങ്ങളുടെ നേതാക്കളെയും, എല്ലാ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും നേതാക്കളെയും ഒക്കെ ക്ഷണിച്ച കൂടുതൽ കാന്തപുരത്തിന് ക്ഷണിച്ചിട്ടുണ്ടാവും. മൂപ്പറിനെ ചെന്നിട്ടുണ്ടാവും, ചോറ് കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കൂടുതലായി ഇതാ സൽക്കാരം. പക്ഷേ BJP ഉൾപ്പെടെ RS എല്ലാ പാർട്ടി, എല്ലാ സാംസ്കാരിക നായകന്മാരൊക്കെ ക്ഷണിച്ച കൂടുതൽ മൂപ്പനും ക്ഷണിച്ചിട്ടുണ്ട്. പോയി ഇതാണ് സൽക്കാരം, കല്യാണത്തിന് വിളിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ പറയട്ടെ, ആ തങ്ങളെ പറ്റി നിങ്ങൾ കുപ്രചരണങ്ങൾ നടത്തുകയും നിങ്ങളുടെ ചെയ്തികൾ തങ്ങൾക്ക് ശരിക്കറിയാം, തങ്ങളടുത്ത് ചെന്നിട്ട് വീടിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ ചെന്നിട്ട് ഇപ്പുറത്ത് പള്ളിന്റെ കൂപ്പൺ സംഭാവന ഞങ്ങൾ ഇപ്പുറത്ത് കൊടുത്തിട്ട് അപ്പുറത്ത് മൊബൈൽ മാറി നിന്ന് ഫോട്ടോ പിടിച്ചിട്ട് പത്രത്തിൽ കൊടുത്ത് തങ്ങളെ വഞ്ചിച്ച നിങ്ങൾക്ക് നല്ല സൽക്കാരല്ല, തങ്ങൾ പരമാവധി ചീത്തയും കിട്ടിയിട്ടുള്ളത്. ഈ വരെ ഫ്ലക്സും ഈ ബോർഡും ഒക്കെ ഉണ്ടല്ലോ, എന്റെ ഫോട്ടോ വെച്ചിട്ട് കൊടുക്കണേ, അതൊക്കെ ചവറ്റ് കൊട്ടിക്ക് മത്സരം കാന്തപുരത്തിന്റെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലാരും തന്നെ ഒരിക്കലും വഞ്ചിതരാവരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാനുള്ളത്. കെട്ട് കഥകളും അതേപോലെ തന്നെ ഇല്ലാത്ത കഥകളുമായിക്കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രസ് ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് പ്രസ്താവനകളോ പ്രസിദ്ധീകരണമോ ഇറക്കുമെങ്കിൽ അതെല്ലാം തന്നെ ശരിക്കും ശരിയായ ഒന്നല്ല, മറിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം തന്നെ ചവറ്റ് കുട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതുണ്ട് എന്ന്. നിങ്ങൾ ആ ഫ്ലക്സും ബോർഡൊക്കെ ചവറ്റ് കൊട്ടിക്ക് വലിച്ചെറിഞ്ഞെറിയുന്നു. ഇതാണ് നല്ല സൽക്കാരം. കല്യാണത്തിന് വന്നിട്ട് പിറ്റേന്ന് മലപ്പുറത്ത് പ്രസംഗിച്ചത് സൽക്കാരം കഴിഞ്ഞിട്ടേ കണ്ടോ. അപ്പോ അവസാനം പാണക്കാട് ഞങ്ങളുടെ കാലുമേ കൊണ്ട് കെട്ടാൻ നോക്കി, അതും പോയി.
ആദ്യം ചവിറ്റോട്ടെ പോയി. നിങ്ങൾ ആലോചിക്കുക, എന്ത് ഫിറ്റിലാണ് ഇവരെ കൊണ്ട്, എന്ത് ഉപദ്രവമാണ്. പക്ഷെ നമുക്ക് ഹൈറാട്ടോ, മുജാഹിദുകൾക്ക് വളരെ ഹൈറാ. കാരണം ഇവരില്ലായിരുന്നെങ്കിൽ നമ്മൾ വളരെ പ്രയാസത്തിലായനെ. കാരണം ഇവര് ആദ്യം അത് കുറെ നോണ നമ്മളെ പറ്റി പറയും, പിന്നെ നമ്മളിന്ന് സത്യം പറഞ്ഞാൽ മതി, ഇവരങ്ങ് പൊളിച്ചു പോകുള്ളൂ. ഇപ്പൊ ചോദിക്കാണ്, ഈ സ്വപ്നജീവിയുടെ ഹുക്കും എന്താണ്? സ്വപ്നജീവി ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ സ്വപ്നജീവി, അയാളുടെ ഹുക്കും എന്താണ്? ആരാ ചോദിക്കണേ? മുജാഹിദികളല്ല. അയാൾ ഏതാ ജാതി? ഏതാ ജാതി? അയാളെ പറ്റി എന്താ പറയേണ്ടത്? മുജാഹിദുകളല്ല. നേരെ മറിച്ച് കേട്ടോളൂ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് കാന്തപുരത്തിനോട് ചോദിച്ചിട്ട് ചെയ്യുകയുള്ളൂ എന്നൊരാളുടെ പ്രസംഗ ക്ലിപ്പിങ്ങിലൂടെ ഞാൻ കേട്ടു. അയാൾ ഇസ്ലാമിന് പുറത്താണോ അതോ അകത്താണോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദ്യം. പക്ഷേ ഇത് ആധികാരിക മതപണ്ഡിത സംഘടനയുടെ കീഴ്ഘടകമാണ്. സാധാരണ SKSSFകാർ തലയിരിക്കുമ്പോൾ വാല് ആടാറില്ല. ഈ ചോദ്യം ചോദ്യകർത്താവ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ച് നിവാരണം വരുത്തേണ്ടതാണ്. ആള് കുഫറിലേക്കും മുർത്തത്തിലേക്കും പറയുന്ന കാര്യമായതുകൊണ്ട് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ച് അവർ ഇസ്ലാമിന്റെ പുറത്താണോ അകത്താണോ എന്ന് തെര്യപ്പെടുത്തേണ്ടതാണ്. അഥവാ ഈ പകരയിലെ മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞ ആള് മുസ്ലിമാണോ കാഫിറാണോ എന്ന് സമസ്തയുടെ മുശാവറ പറയണം. മുശാവറ പറയണമെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല. അവങ്ങൾ മനസ്സിലാക്ക്, ഇതിപ്പോ അയാൾ മുജാഹിദായിട്ടില്ലല്ലോ, അയാൾ മുജാഹിദായിട്ടില്ല, പക്ഷെ അയാൾക്ക് മാറ്റുണ്ട്. ഇതുപോലെ നൂറുകണക്കിന് ആൾക്കാർക്ക് മാറ്റുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ചോദ്യം കാന്തപുരം സുന്നിയുടെ പുറകെ നിസ്കരിക്കാൻ പറ്റുമോ? ആരാ ചോദിക്കണം? മുജാഹിദല്ല. അതാണ് രസോ. അല്ലെങ്കിൽ മുജാഹിദിനാ ചോദിച്ചെങ്കിലും പറയാം അത് മുജാഹിദിന് വാശി കൊണ്ട് ചോദിക്കാണ്. അല്ല, ഇവരെ മനസ്സിലാക്കിയിട്ട് സമസ്തക്കാരെന്നെ ചോദിക്കാണ്. കേട്ടോളൂ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേജതിരികേശമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനീളം നടത്തുന്ന കാന്തപുരം AP ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറ ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടത് കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. എന്താ ചെയ്യാ? അപ്പൊ അയാൾ കളവ് പറയോ? അങ്ങനെ കളവ് പറയുന്ന തോന്നുന്നത്. ഈ കാദിബിനോട് തുടർന്നിസ്കരിക്കാൻ പറ്റില്ല, കാന്തപുരത്തെ തുടർന്നിസ്കരിക്കാൻ പറ്റില്ല, പേരോട് മുന്നിൽ തുടർന്നിസ്കരിക്കാൻ പറ്റൂല, മാസം ഉറപ്പിച്ച ഉറക്കൂല, നിക്കാഹ് ചെയ്താലും വീടൂലാണ്, കാദിയാക്കാൻ പറ്റൂല എന്നായി പറയണത്. മനസ്സിലായോ? അതാ പറഞ്ഞത്. ഇന്ന് നേരത്തെ മുജാഹിദുകൾ പറഞ്ഞല്ലേ മക്കളെ, എത്ര നാളായി പറയുന്നു ശിർക്കിലേക്ക് കുഫറിലേക്ക് അവർ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോ കുറെ ആളുകൾ മനസ്സിലാക്കി മുജാഹിദായി. മുജാഹിദാകാൻ പഠിച്ചിരിക്കുന്ന ആൾക്കാർക്കും നേട്ടമുണ്ടായി, അവരും മുജാഹിദായി. പക്ഷെ മുജാഹിദായി പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ഈ ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഏക സംഘടന അതാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം, അതാണ് സലഫി പ്രസ്ഥാനം. ഇതിന്റെ എതിരാളികളെ പോലും, ഇതിന്റെ ശത്രുക്കളെ പോലും, ഇതിനെ എതിർക്കുന്നവരെ പോലും മാറ്റിയെടുക്കുന്ന സംഘടന, പരിവർത്തിപ്പിക്കുന്ന സംഘടന, അതാണ് സലഫി ആദർശം മനസ്സിലാക്കണം. അത് ഞങ്ങളുടെ ആരുടെയും പവറോ അല്ലെങ്കിൽ കഴിവോ പ്രവർത്തനത്തിന്റെ മികവോ കൊണ്ടല്ല, നേരെ മറിച്ച് ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം വിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അതിന്റെ പവറാണ്. അത് ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലും, ആളുകളിൽ മാറ്റമുണ്ടാക്കും. അതിന്റെ പരിവർത്തനം എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയും, അതിന്റെ നന്മ എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയും. അത് ഇന്ന് കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഈ മാറ്റമുണ്ടാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ അടുത്തറിയുവാനും ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശത്തെക്കുറിച്ച് പഠിക്കുവാനും ദീനിന്റെ ധ്വജവാഹകരായി പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനുമുള്ള മനസ്സോടുകൂടി നമ്മൾ രംഗത്ത് വരണമെന്ന് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.
ദീനിന്റെ മാർഗത്തിൽ ധീരതയോടെ മുന്നേറാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.